ഈ ഫേസ്ബുക്ക് ലൈവിലൂടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും കർത്താവും രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ വന്ദനം ചൊല്ലുന്നു. അടുത്തിടെ പല പോസ്റ്റുകളും വീഡിയോകളും ഞാൻ FBയിലും യൂട്യൂബിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ലൈവായിട്ട് പോസ്റ്റ് ചെയ്തിട്ട് കുറേ അധികം ദിവസങ്ങളായി. ഒന്ന്, എൻ്റെ കുടുംബ വീട്ടിലേക്ക് താമസം മാറേണ്ടി വന്നതിനാലും താമസിക്കുന്ന സ്ഥലത്ത് അത്ര നെറ്റിന് ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടും അത്ര നന്നായിട്ടത് കിട്ടാത്തതുകൊണ്ടും അതിങ്ങനെ വൈകി പോവുകയായിരുന്നു. ഇപ്പോൾ ഈ ദിവസങ്ങൾ ലോക്ക്ഡൗൺ ആണല്ലോ. അപ്പോൾ ദൈവവചനത്തിൽ നിന്നുള്ളതായ ചില ചിന്തകളുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരണമെന്നുള്ള ആഗ്രഹത്താലാണ് ഇപ്പോൾ ഇങ്ങനെ വന്നിരിക്കുന്നത്. സാമാന്യ ദീർഘമായിട്ടുള്ള ലൈവുകളായിരുന്നു നേരത്തെയൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാലിപ്പോൾ ആളുകൾക്ക് അങ്ങനെയുള്ള നീളമുള്ള ലൈവുകൾ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതിനാലും പല കാരണങ്ങളാലും ഞാൻ ചെറിയ ചെറിയ വീഡിയോകളാണ് ഇപ്പോൾ പോസ്റ്റ് ചെയ്യാറുള്ളത്. എങ്കിലും ഈ ലൈവ് ചിലപ്പോൾ ഒരു അരമണിക്കൂറോളം ഉണ്ടായേക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനിപ്പോൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ധാരാളം പ്രസംഗങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ ആ നിലയിൽ അനേക ദൈവദാസന്മാരിൽ നിന്ന് പ്രചോദനമാകുന്ന പല സന്ദേശങ്ങളും നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ എൻ്റെ വാക്കുകളെ ശ്രദ്ധിക്കാനായിട്ട് കാണിക്കുന്ന സഹിഷ്ണുതയ്ക്കും താല്പര്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ആമുഖം ഞാൻ അവസാനിപ്പിക്കട്ടെ. ഈ ദിവസങ്ങൾ വളരെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒരു സമൂഹമെന്ന നിലയിൽ നമ്മളെല്ലാവരും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 1.5 വർഷത്തിലധികമായി കൊറോണയുടെ പ്രശ്നങ്ങൾ, കൊറോണ വൈറസിൻ്റെ പ്രശ്നങ്ങൾ, കോവിഡിൻ്റെ പ്രശ്നങ്ങൾ നന്നായിട്ട് നമ്മുടെ നാടിനെ ബാധിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ വലിയ പ്രയാസങ്ങളില്ലാണ്ട് കടന്നുപോയെങ്കിലും ഇപ്പോൾ ഈ 2ാം തരംഗത്തിൽ ചില പ്രശ്നങ്ങൾ നമ്മുടെ നാടിനെ ബാധിച്ചിരിക്കുന്നു. ലോകത്തിലെ മറ്റ് രാജ്യങ്ങളിൽ പലയിടത്തും അത് താരതമ്യേന കുറഞ്ഞിരിക്കുമ്പോഴാണ് നമ്മുടെ നാട്, നമ്മുടെ രാജ്യം, നമ്മുടെ സംസ്ഥാനമൊക്കെ അല്പം ചില പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും ഇതിനെ നമുക്ക് അതിജീവിക്കാൻ കഴിയുമെന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പോൾ തന്നെ ലോകത്തിൽ അനേക സംഭവങ്ങൾ പുതുതായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഇസ്രായേലിലും പാലസ്തീനിലുമുള്ളതായ ചില പ്രശ്നങ്ങൾ നമ്മൾ ഈ ദിവസങ്ങളിൽ വായിച്ചുകൊണ്ടിരിക്കുന്നു, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുമായിട്ടുള്ള ബന്ധത്തിലൊക്കെ ചില കാര്യങ്ങൾ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുമ്പോൾ തീർച്ചയായും കർത്താവിൻ്റെ 2ാമത്തെ വരവുമായിട്ട് ബന്ധപ്പെടുത്തി ചില കാര്യങ്ങൾ പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത്, യൗവനകാലത്ത് ഒക്കെ കർത്താവിൻ്റെ 2ാമത്തെ വരവിനെക്കുറിച്ച് മിക്കപ്പോഴും പ്രസംഗങ്ങൾ കേട്ടിരുന്നു. ഒരു കൺവെൻഷൻ നടന്നാൽ തന്നെ അവസാനത്തെ രാത്രിയിൽ മിക്കപ്പോഴും പ്രസംഗകർ കർത്താവിൻ്റെ വരവിനുമായുള്ള ബന്ധത്തിലുള്ള പ്രസംഗങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഈ അടുത്ത കാലത്ത് കുറേ നാളുകളായിട്ട് കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ ഇല്ലാണ്ടായി. കൂടുതലും ഈ ആളുകൾക്ക് പ്രചോദനമാകുന്ന, അല്ലെങ്കിൽ അവരുടെ മനസ്സിന് കുളിർമയേകുന്ന, അവരുടെ പ്രയാസങ്ങൾ മാറ്റുന്ന, രോഗങ്ങളും പ്രയാസങ്ങൾ, കടബാധ്യതകൾ, ഞെരുക്കങ്ങൾ, ഇതിൽ നിന്നൊക്കെ ഒരു വിടുതൽ കിട്ടുന്ന അത്തരം സന്ദേശങ്ങൾ, അതിന് കൂടുതൽ അവയാണ് ജനങ്ങൾക്ക് ആവശ്യം. അപ്പോൾ ജനങ്ങൾക്ക് ആവശ്യമുള്ളത് തീർച്ചയായും കൊടുത്തിരിക്കണം. എന്നാൽ അവയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും കാതലായിരിക്കുന്ന കർത്താവിൻ്റെ വരവുമായുള്ള ബന്ധത്തിലുള്ള വിഷയങ്ങളും രക്ഷയെക്കുറിച്ചുള്ള സന്ദേശങ്ങളും വളരെ താരതമ്യേന കുറഞ്ഞു വരികയും ചെയ്യുന്ന പരിസ്ഥിതികൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും യുദ്ധങ്ങളോ ഭൂകമ്പങ്ങളോ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങളോ അല്ലെങ്കിൽ മാരക രോഗങ്ങളോ മാറാവ്യാധികളോ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ ഈ ഭൂകമ്പവും മറ്റ് പ്രകൃതി ദുരന്തങ്ങളൊക്കെ പലപ്പോഴും വരുന്നുണ്ടായിരുന്നെങ്കിലും ഈ മാറാരോഗങ്ങൾ അല്ലെങ്കിൽ മഹാവ്യാധികൾ കെട്ടുകേൾവി മാത്രമായിരുന്നു.
ഇത്തിരി കാലത്തിന് മുമ്പൊക്കെ ഉണ്ടായിരുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ അടുത്ത കാലങ്ങളിൽ നമ്മളിപ്പോൾ ലോകരാജ്യങ്ങൾ മുഴുവനായിട്ട് അത്തരമൊരു രോഗത്തിൻ്റെ നിഴലിലായിരിക്കുമ്പോൾ നമ്മളെ അത് ബാധിക്കില്ല എന്നൊക്കെയാണ് ആദ്യം നമ്മൾ ധരിച്ചത്. അപ്പോൾ ആ സാഹചര്യങ്ങളൊക്കെ വന്ന് ആളുകൾ ധാരാളമായിട്ട് മരിക്കുന്നു, രോഗികളാകുന്നു, ഭയം വന്നിരിക്കുന്നു. ആ സന്ദർഭത്തിൽ കർത്താവിൻ്റെ വരവുമായിട്ട് ചേർന്നുള്ള വിഷയങ്ങളും ദേവദാസന്മാർ പലരും സംസാരിക്കുകയും അതിന് കൂടുതൽ ഊന്നൽ കൊടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ദീർഘമായിട്ട് ആ വിഷയങ്ങളുടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ, പ്രത്യേകിച്ച് ഒരു ക്രിസ്തു മാർഗക്കാരൻ്റെ കാതലായിരിക്കുന്ന ഉറപ്പും പ്രത്യാശയും രക്ഷിതാവായിരിക്കുന്ന യേശു രണ്ടാമതും ഭൂമിയിലേക്ക് വരും, തൻ്റെ സഭയെ ചേർക്കും എന്നുള്ള ആ വലിയ പ്രത്യാശയാണ് എന്നെയും ഭരിക്കാറുള്ളത്. എന്നെ മാത്രമല്ല, എല്ലാ ദൈവജനത്തിനും ആ പ്രതീക്ഷയും പ്രത്യാശയും മാത്രമാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ തന്നെ ഈ രക്ഷയെക്കുറിച്ച് വ്യക്തമായുള്ള ബോധ്യമില്ലാതിരിക്കുന്ന മറ്റാളുകൾക്കും അതിനെക്കുറിച്ച് സാമാന്യമായ ചില ധാരണകളുണ്ട്. എന്നാൽ നീണ്ട നാളുകൾ കഴിഞ്ഞിട്ടും, അതായത് മനുഷ്യൻ്റെ രീതിയിൽ നോക്കിയാൽ 10, 50, 100 വർഷങ്ങളായിട്ടൊക്കെ, അല്ലെങ്കിൽ ഓരോ മനുഷ്യൻ്റെ ആയുസ്സുകാലം മുഴുവനൊക്കെ പലപ്പോഴും ഈ പ്രസംഗങ്ങൾ കേട്ടിട്ടും കർത്താവ് എന്താ വരാത്തെ, അല്ലെങ്കിൽ യേശു എന്താ വരാത്തെ എന്നൊരു ചോദ്യം ഉള്ളിൽ ഉയരുന്നുണ്ട്. അത് വിശ്വാസിക്കും അവിശ്വാസിക്കും ചെറുതും വലുതുമായ തോതുകളിൽ ഉയരുന്നു എന്നുള്ളത് സത്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും ഈ പ്രശ്നങ്ങളൊക്കെ വരുന്ന സന്ദർഭത്തിൽ കർത്താവിൻ്റെ വരവിന് കൂടുതൽ ഊന്നൽ കൊടുത്ത് സംസാരിക്കാറുണ്ട്, പ്രസംഗിക്കാറുണ്ട്. എന്നാൽ ഇപ്പോൾ കുറച്ച് നാളായിട്ട് വരുന്ന മറ്റൊരു കാര്യം, കർത്താവിൻ്റെ വരവ് അങ്ങനെ അതൊരു സിംബോളിക്കായിട്ടുള്ള പ്രതീകാത്മകമായിരിക്കുന്നൊരു വിഷയമാണ്. അങ്ങനെ കർത്താവ് വരാനൊന്നും പോകുന്നില്ല. മനുഷ്യൻ ജീവിക്കുന്നു, നന്നായിട്ട് ജീവിക്കണം, നല്ല രീതിയിൽ ജീവിക്കണം, ഭക്തിയുള്ളവരായിരിക്കണം, യേശുക്രിസ്തുവിലുള്ള രക്ഷ അനുഭവിക്കണം, മറ്റുള്ളവരെ സഹായിക്കണം എന്നൊക്കെയുള്ള നിലയിലൊക്കെ ജീവിച്ച് അവസാനം മരിക്കുന്ന സമയത്ത് മരിക്കുക. അതിനുശേഷം പരലോകത്തിൽ കർത്താവ് ഒരു സ്ഥലം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്, അവിടെ പോകണം എന്നുള്ള നിലയ്ക്കപ്പുറമായി യേശുക്രിസ്തു രണ്ടാമതും പ്രത്യക്ഷനാകും എന്നുള്ള കാര്യങ്ങൾക്ക് അധികം ഊന്നൽ കൊടുക്കാതെ, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ വരെയും ചോദ്യം ചെയ്യുന്ന നിലകളിൽ ഉള്ള പ്രസംഗങ്ങളും പഠിപ്പിക്കലുകളും വളരെയധികം ഉയർന്നു വന്ന ഒരു കാലഘട്ടമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ ഒരു 4-5 വർഷങ്ങളായിട്ട്, പ്രത്യേകിച്ചൊരു 6-7 വർഷങ്ങൾക്കുള്ളിൽ ഇത്തരം വിശ്വാസത്തിന് വലിയ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. പ്രാക്ടിക്കൽ ക്രിസ്തീയതയ്ക്ക്, അല്ലെങ്കിൽ പ്രായോഗികമായിരിക്കുന്ന ക്രിസ്തീയ ജീവിതത്തിന് ഊന്നൽ കൊടുക്കുന്ന ഒരു ജീവിതം വന്നു. മാത്രം അത് താരതമ്യേന ഭക്തിയിൽ തീവ്രതയുള്ള ബെന്തക്കോസ്തുകാരുടെ ഇടയിൽ നിന്ന് പോലും എന്ന് പറയുമ്പോൾ അവരുടെ ഇടയിലാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള വിശ്വാസത്തെ തന്നെ ചോദ്യം ചെയ്യുന്നതായിട്ടുള്ള നവീനങ്ങളായിട്ടുള്ള, അല്ലെങ്കിൽ നവീനമായിരിക്കുന്ന ചില ചിന്താധാരകൾ പുറപ്പെട്ടു വന്നിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. എന്ന് മാത്രമല്ല, സമുദായ വിശ്വാസികളെന്ന് പറയപ്പെടുന്ന ആളുകൾക്ക് ഉള്ളതിനേക്കാൾ ഉപരിയായി, അല്ലെങ്കിൽ അവർക്ക് അവരുടെ സ്ഥിരമായിട്ടുള്ള അവരുടെ ആ നിലവാരം, അല്ലെങ്കിൽ അവരുടെ ആ ചിന്താഗതികൾക്ക് വലിയ മാറ്റങ്ങളും ഇല്ലാണ്ട് തുടരുമ്പോൾ തന്നെ അവരെക്കാളും കവർ ചെയ്തിട്ട് ജഡത്തിൽ താല്പര്യം കൂടി ജഡീകം നിലയിൽ ഉല്ലസിക്കുന്ന, അല്ലെങ്കിൽ ഈ ലോകവുമായിട്ട് പരമാവധി ബന്ധപ്പെട്ട് അപ്പോൾ തന്നെ ഭക്തി ധരിച്ചുകൊണ്ട്, ഭക്തരാണെന്ന് വെച്ചാൽ ഭക്തിയുണ്ട്, പ്രസംഗിക്കാമെന്ന് ചോദിച്ചാൽ നന്നായിട്ട് പ്രസംഗിക്കും, പാട്ട് പാടണമെന്ന് വെച്ചാൽ നന്നായിട്ട് പാട്ട് പാടും, നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യും. പക്ഷേ അപ്പോൾ തന്നെ ഒരു ജഡീകനേക്കാളും അധപതിച്ച രീതിയിൽ ജീവിക്കുന്നതായിട്ടുള്ള ബെന്തക്കോസ്ത് വിശ്വാസികൾ പല നിലകളിൽ, പല രീതികളിൽ, അത് പാരമ്പര്യ ബെന്തക്കോസ്ത് വിശ്വാസികളിലും ന്യൂ ജനറേഷൻ സഭകളിലും എല്ലാം നമ്മളിപ്പോൾ കണ്ടുപറ്റുകയാണ്. അപ്പോൾ അതിൽ നിന്ന് ഓരോ ദിവസം കഴിയും തോറും നവീനങ്ങളായിട്ടുള്ള ചില പുതിയ പഠിപ്പിക്കൽ വരുന്നുണ്ട്. അതിലൊരു പഠിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ, കർത്താവ് ഈ അടുത്ത കാലത്തൊന്നും വരാൻ പോകുന്നില്ല. അതിന് ചില വാക്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ ഈ വിഷയം 2-3 ലൈവിലായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം എല്ലാം കൂടെ ഒരു 2 മണിക്കൂറോളം പറയേണ്ടി വരും, 2-2.5 മണിക്കൂറോളം പല കാര്യങ്ങൾ പറയേണ്ടതായിട്ട് വന്നേക്കുമെന്ന് തോന്നുന്നു.
പക്ഷേ ഓരോ ദിവസവും ഞാനൊരു അരമണിക്കൂർ കൂടുതൽ പറയാനായിട്ട് ആഗ്രഹിക്കാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു വിഷയത്തിൽ എടുത്തു പറയും. അതായത് അവർക്കൊരു വചനമുണ്ട് ഈ പറയുന്നവർക്ക്, അതായത് കർത്താവ് ഉടനൊന്നും വരാൻ പോകുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. അതിനും താരതമ്യേന അതിന് കുറച്ച് സപ്പോർട്ടും കിട്ടുന്നുണ്ട്. കാരണം ഈ ലോകത്തിലിപ്പം എന്തെല്ലാം സംഭവങ്ങളിപ്പോൾ ഉണ്ടായി, ഭൂകമ്പം ഉണ്ടായി, പിന്നെ വലിയ ബോംബിങ്ങുകളുണ്ടായി, മഹായുദ്ധങ്ങളുണ്ടായി, അന്നേരമൊന്നും കർത്താവ് വന്നിട്ടില്ലല്ലോ. അപ്പോൾ ഇതൊരു സിംബോളിക്കായ കാര്യമാണ്, പ്രതീകാത്മകമായ കാര്യമാണ്. അതുകൊണ്ട് കർത്താവ് അങ്ങനെ ഓടിച്ചാടിയൊന്നും വരുത്തൊന്നുമില്ല. എന്ന് മാത്രമല്ല, വചനത്തിൽ നിന്ന് ചില വാക്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് കർത്താവ് അടുത്ത കാലത്ത് ഇനി വരാൻ പോകുന്നില്ല എന്ന് പറയുന്നു. അതൊരു കാതലായുള്ള ഉപദേശ വ്യതിയാനമാണ്. കാരണം സാമുദായിക വിശ്വാസികളാകട്ടെ, പെന്തക്കോസ്ത് വിശ്വാസികളാകട്ടെ, എല്ലാവരും കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കണം. ഏത് സമയത്തും കർത്താവ് വരും, ആ ഒരു ജാഗ്രതയോടുകൂടി ആയിരിക്കണം. മാത്രമല്ല പഴയ രീതിയിൽ പിന്നെ ആംഗ്ലിക്കൻ മെത്തഡിസ്റ്റ് പ്രസംഗകരൊക്കെ ആയിരിക്കുന്ന ദേവദാസന്മാരൊക്കെ അവരൊക്കെ പ്രസംഗിക്കുമ്പോൾ അതൊക്കെ എടുത്ത് നമ്മൾ കോട്ട് ചെയ്ത് പറയാറുണ്ടായിരുന്നു. അങ്ങനെ, അതായത് ഇന്ന് രാത്രി എൻ്റെ പ്രസംഗത്തിൻ്റെ ഇടയിൽ കർത്താവ് വന്നാൽ കർത്താവ് വരും എന്നുള്ള ഭയത്തോടു കൂടിയാണ് ഞാൻ പ്രസംഗിക്കാൻ നിൽക്കുന്നത് എന്നൊക്കെയുള്ള ആംഗ്ലിക്കൻ സഭകളിലെ ദൈവദാസന്മാരുടെ പ്രസംഗങ്ങളൊക്കെ എടുത്ത് പറയുകയും അവരുടെ വാക്കുകളൊക്കെ എടുത്ത് ഉദ്ധരിക്കുകയും ഒക്കെ ചെയ്ത കൺവെൻഷൻ വേദികൾ ധാരാളം അങ്ങനെയുള്ള വേദികൾ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നിലയിൽ നിന്ന് മാറി അടുത്ത കാലത്തൊന്നും കർത്താവ് വരാൻ പോകുന്നില്ല എന്നുള്ള വാക്കുകൾ ധൈര്യമായിട്ട് ചർച്ചകളിലും പൊതുവേദികളിലുമൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ആ നിലകളിൽ നീണ്ട ചർച്ചകൾ സംഘടിപ്പിക്കുന്ന ആളുകൾ പെരുകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത്. അപ്പോൾ അതിനകത്ത് അതിൻ്റെ വാസ്തവികത എങ്ങനെയുണ്ട് എന്നൊന്ന് പറയുകയാണ് ഞാൻ ഇന്നത്തെ ലൈവിൽ ഉദ്ദേശിക്കുന്നത്. ഉദാഹരണം, അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം ആസ്പദമാക്കിക്കൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആളുകൾ സംസാരിക്കുന്നു. അപ്പോൾ പിന്നെ 3-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എടുക്കുന്നത്: ദൈവം ലോകാരംഭം മുതൽ തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകും. ഒന്നുകൂടെ ഞാൻ വായിക്കാം. ഈ കർത്താവ് അടുത്ത കാലത്തൊന്നും വരത്തില്ല എന്ന് പറയുന്ന ആളുകൾ ഉപയോഗിക്കുന്ന ഒരു വാക്യം ഇതാണ്. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം അതിങ്ങനെയാണ്: ദൈവം ലോകാരംഭം മുതൽ തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകും. അപ്പോൾ അവർ പറയുന്ന ഇതിനാണ്, കർത്താവ് സ്വർഗത്തിലേക്ക് പോയി, അപ്പം ദൈവം അവനെ ഭൂമിയിലേക്ക് ഉടനെയൊന്നും അയക്കാൻ പോകുന്നില്ല. കാരണം വചനം ഇങ്ങനെ കിടക്കുന്നു. പത്രോസ് പ്രസംഗിക്കുന്നതാണ്, പത്രോസ് പറയുന്നതാണ്. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൽ പത്രോസ് പറയുന്ന കാര്യമാണിത്. എന്താണ് പറയുന്നത്? വിശുദ്ധ പ്രവാചകന്മാർ ഒത്തിരി കാര്യങ്ങൾ പ്രവചിച്ചിട്ടുണ്ട്. അത് മുഴുവനും യഥാസ്ഥാനത്താകുന്ന കാലം എന്നാണോ ആവുന്നേ, അതുവരെ യേശു വരാൻ പോകുന്നില്ല. ഇതാണ് അവർ പറയുന്ന കാര്യങ്ങൾ. അത് ഈ കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള ബന്ധത്തിൽ പൊതുവായിട്ട് 2 വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിന് 2, 3, 4 ഘടകങ്ങൾ എന്ന രീതിയിലൊക്കെ പറയുന്ന ആളുകളുണ്ട്. പ്രധാനമായിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു മഹാപീഡനകാലം വരാൻ പോകുന്നു എന്നൊരു പഠിപ്പിക്കലുണ്ടല്ലോ. കാരണം എല്ലാവരും അതിനോട് യോജിക്കുന്നുണ്ട്. എതിർ ക്രിസ്തു അത് അക്ഷരീയമാണെന്നും അത് ആശയമാണെന്നും അങ്ങനെ പല രീതിയിലുള്ള പഠിപ്പിക്കലുണ്ട്. ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ കിടക്കുന്നില്ല. ഇനിയുള്ള ലൈവുകളിൽ ഒരു പക്ഷേ ദൈവം അനുവദിച്ചാൽ ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ ആ എതിർ ക്രിസ്തുവിൻ്റെ കാലത്ത് അവൻ ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ആ ആശയത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു രീതിയുടെ കാലഘട്ടത്തിൽ സത്യവിശ്വാസികളായിരിക്കുന്ന ക്രിസ്തു മാർഗികൾക്ക് വലിയ പീഡനങ്ങളുണ്ടാകുമെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ തന്നെ അത് കൂടുതലായിട്ടും ബാധിക്കുന്ന യഹൂദിനെയാണെന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരു കൂട്ട് പറയുന്നത് പ്രീ ട്രിബുലേഷൻ പിന്നെ ആളുകളെന്ന് അവരെ പറയുന്നത്, അവർ ഈ മഹാപീഡന കാലഘട്ടത്തിന് മുമ്പേ കർത്താവ് വരും, തന്നെ സഭയെ ചേർക്കും. അതാണ് അവരെ പഠിപ്പിക്കുക. കർത്താവ് ഒരിക്കലും തന്നെ മണവാട്ടിയായിരിക്കുന്ന ക്രിസ്തു സഭയെ അല്ലെങ്കിൽ വിശ്വാസികളെ
എന്ന് പറഞ്ഞാൽ ക്രിസ്തു മതക്കാരെ അല്ല, യഥാർത്ഥമായിട്ടുള്ള ക്രിസ്തീയ വിശ്വാസികളെ. അത് ഏത് ജാതിയിൽപ്പെട്ട വ്യക്തികൾക്കും ആവാം. കാരണം ഇതിനകത്ത് ജാതിയും മതമൊന്നുമില്ല. കർത്താവിനെ യഥാർത്ഥമായി രക്ഷിതാവായി അംഗീകരിച്ച് കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ, അവരെ അതിൽ ജീവനോടെ ഇരിക്കുന്നവരും മരണമടഞ്ഞവരും, അവരെ ഈ വലിയ പീഡനത്തിന് മുമ്പിൽ നിന്ന് അതിലേക്ക് കടത്തിവിടാതെ കർത്താവ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. കർത്താവ് അതിനുവേണ്ടി മേഘത്തിൽ കർത്താവ് ആകാശത്ത് വരുമെന്നും അവരെ മേഘങ്ങളിൽ എടുക്കപ്പെടുമെന്നുള്ള പൗലോസിൻ്റെ വാക്കുകളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട്, ആ വചനങ്ങളിലേക്ക് ഞാൻ ഇന്ന് കിടക്കുന്നില്ല, അത് ഉദ്ധരിച്ചുകൊണ്ട് അവർ പറയുന്നു. അപ്പോൾ തന്നെ മറ്റൊരു കൂട്ടർ പറയപ്പെട്ടിരിക്കുന്നത് അങ്ങനെയല്ല, സഭ പീഡനത്തിലൂടെ തന്നെ കടന്നു പോകും, വലിയ കഷ്ടതയിലൂടെ കടന്നു പോകും. ആ കഷ്ടതയിലൂടെ കടന്ന് വലിയ കഷ്ടത കൂടെ കടന്ന് വലിയ പീഡനത്തിലൂടെ കൊല്ലപ്പെടുകയും മരണപ്പെടുകയും ഒക്കെ ചെയ്ത് അതിന് ശേഷമാണ് കർത്താവ് വരുന്നത് എന്ന് പറയുന്ന മറ്റൊരു ഭാഗം. അവർ പോസ്റ്റ് റെവല്യൂഷൻ ആളുകൾ എന്നുള്ള രീതിയിലാണ് അവരെ അറിയപ്പെടുന്നത്. അതായത് മഹാപീഡനം കഴിഞ്ഞ് സഭ എടുക്കപ്പെടുമെന്ന് പറയുന്ന, അല്ലെങ്കിൽ കർത്താവ് വരും എന്ന് പറയുന്ന ആളുകൾ. ഇതിൻ്റെ മധ്യത്തിൽ കർത്താവ് വരും, കുറച്ചാൾ കഷ്ടപ്പെടേണ്ടി വരും, വലിയ പീഡനമാകുന്നതിന് മുമ്പ് തന്നെ കർത്താവ് സഭയിൽ ചേർക്കും എന്ന് പറയുന്ന വേറൊരു വിഭാഗമുണ്ട്. അപ്പോൾ ഇങ്ങനെ അതിൽ തന്നെ ഒരു രീതി എന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന ആളുകൾക്ക് കർത്താവിന് 2 വരവുണ്ട്. ഒന്ന് രഹസ്യത്തിൽ സഭ എടുക്കപ്പെടും, പിന്നെ എല്ലാവരും കാണുക ഒരു വരവുണ്ട് എന്നുള്ള നിലയിൽ അവർ പറയുന്നു. ഇതിനെല്ലാം വാക്യങ്ങളുണ്ട്. എന്നാൽ മറ്റൊരു കൂട്ടരെ സംബന്ധിച്ചിടത്തോളം പറയുന്ന അങ്ങനെ 2 വരവൊന്നുമില്ല, ഒറ്റ വരവേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും കർത്താവിന് സഭയെ ചേർക്കാൻ, രഹസ്യമായിട്ട് തൻ്റെ സഭയെ ചേർക്കും എന്ന് പറയുന്ന, പീഡനത്തിന് മുമ്പേ സഭ എടുക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്ന ആ വിഭാഗത്തിലാണ് ഞാനുള്ളത്. കാരണം ഞാനങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. പഠിക്കാന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ബൈബിൾ പണ്ഡിതനൊന്നുമല്ല, ഞാൻ ബൈബിളിൽ പോയി പഠിച്ചിട്ടൊന്നുള്ള വ്യക്തിയല്ല. ഞാൻ 34 വർഷമോളം ദൈവജനം പ്രസംഗിച്ചിട്ട് നടക്കുന്ന ഒരാളാണ്. ദിവസം വായിച്ചുള്ള അറിവും പുസ്തകങ്ങൾ വായിച്ചുള്ള അറിവുമാണുള്ളത്. ആ നിലയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ധാരണ അങ്ങനെയാണ്. അപ്പോൾ ഞാനങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അതിന് ചില വാക്യങ്ങളും ആധാരമായിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ പിന്നീട് പറയാം. അപ്പം ഇന്ന് ഇത് രണ്ടിനെയും തള്ളിക്കളഞ്ഞിട്ട് അങ്ങനൊന്നും ജീവിതമൊന്നും ഇല്ല. ഭൂമി തന്നെ അങ്ങ് സ്വർഗമാവാൻ പോവുകയാണ്. യഥാർത്ഥത്തിൽ അവരാണ് ഈ കാര്യം എടുത്തു പറയുന്നത്. അതായത് അവർ പറയുന്നത് വാക്യം തന്നെ ഇങ്ങനെ കിടക്കുന്നു. അതായത് വിശുദ്ധ പ്രവാചകന്മാർ അരുളി ചെയ്തത് സകലതും നിവൃത്തിയാകുവോളം സ്വർഗം യേശുവിനെ കൈക്കൊള്ളും, ക്രിസ്തുവിനെ കൈക്കൊള്ളും. അപ്പോൾ എന്താണ് നിവൃത്തിയാവണ്ടേ? കർത്താവിൻ്റെ പ്രാർത്ഥന എന്താണ്? കർത്താവേ, നിൻ്റെ രാജ്യം വരയണമേ, നിൻ്റെ ഹിതം സ്വർഗത്തിലെ പോലെ തന്നെ ഭൂമിയിലും ആകണമേ. അപ്പോൾ സ്വർഗത്തിൽ കർത്താവിൻ്റെ ഹിതം പൂർണ്ണമായിട്ട് നടക്കുകയാണ്. അപ്പോൾ ഭൂമിയിൽ അത് നടക്കാതെ ഇരിക്കുന്ന സാഹചര്യം ഇപ്പോൾ ഉള്ളത്, അതെല്ലാം മാറിയിട്ട് ഭൂമിയിലും കർത്താവിൻ്റെ ഹിതം അതുപോലെ നടന്ന് സ്വർഗവും ഭൂമിയും ഒരുപോലായി, പിന്നെ കർത്താവ് ഈ ഭൂമിയിലോട്ടൊന്ന് വിസിറ്റ് ചെയ്യാൻ വരുന്നു എന്ന രീതിയിൽ വചനത്തെ വളച്ചൊടിക്കുന്നതായിട്ടുള്ള പൈശാചിക പ്രേരണയ്ക്ക് വിധേയരായിട്ടുള്ള ആളുകളും ദൈവദാസന്മാരെന്ന വേഷം ഇട്ടുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ അവർക്ക് കിട്ടുന്ന വേദികളിലൂടെയൊക്കെ പുതിയ സുവിശേഷത്തിൻ്റെ പുതിയ വേർഷനുകളുമായിട്ട്, അല്ലെങ്കിൽ പുതിയ പഠിപ്പിക്കലുകളുമായിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട്. അപ്പം അതിലോട്ടൊക്കെ ഈ ശരിയായ പഠിപ്പിക്കലുകൾ പറഞ്ഞു കൊടുക്കാനായിട്ട് ആളുകൾക്ക് മൗനം അവലംബിക്കുന്നതുകൊണ്ടും പലരുടെയും ജീവിതസാക്ഷ്യം ഇല്ലാതെ വരുന്നതുകൊണ്ടും പ്രായോഗിക ജീവിതത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് പോകുന്നതുകൊണ്ടും വിശ്വാസം ഒത്തിരിയൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായതുകൊണ്ടും ഇതിനെയൊന്നും ഖണ്ഡിക്കാനോ അല്ലെങ്കിൽ ഇതിനെയൊന്നും വേണ്ട വിധത്തിൽ നേരിടാനോ കഴിയാതെ നിൽക്കുന്ന സാഹചര്യമാണ്. പിന്നെ കുറേ പേര് പറയുന്നത്, എന്തിനാണ് നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മൾ പ്രാർത്ഥിച്ച് പാടി എങ്ങനെയും പോയിട്ട് കർത്താവല്ലേ ചെയ്യുന്നതെന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഇതിനകത്ത് ദോഷം എന്ന് വെച്ചാൽ, അത് നല്ലൊരു ആശയമാണ് പറഞ്ഞത്, പക്ഷേ ദോഷം എന്ന് വെച്ചാൽ നമ്മളും പറഞ്ഞാൽ ആരും കേൾക്കത്തില്ലെങ്കിൽ പോലും നമുക്ക് ദൈവം നൽകിയിട്ടുള്ള അറിവും പ്രാപ്തിയും അല്ലെങ്കിൽ ദൈവവചനത്തിൽ നമുക്കുള്ള ബോധ്യങ്ങളും, ഒരാൾ തെറ്റാണ് ഒരാൾ പറയുന്നതെന്ന് നമുക്ക് ബോധ്യമാണെങ്കിൽ അതിൻ്റെ ശരി എന്താണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതായിട്ടുള്ള കർത്തവ്യം നമുക്കുണ്ട്. കാരണം കർത്താവ് ഒരിക്കൽ നമ്മോട് ചോദിച്ചാൽ അതിന് നമ്മൾ മറുപടി കൊടുക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ
മൗനമായിരിക്കുന്നത് ശരിയല്ല എന്നുള്ള അതുകൊണ്ടാണ് ഞാൻ ഇക്കാര്യത്തിൽ ഒരു കാര്യം പറയുന്നത്. ഞാൻ സാധാരണ ഇത് ഈ വാക്യത്തെ സാധാരണയിൽ പ്രീയും പോസ്റ്റുകാരെയൊക്കെ മൊത്തത്തിൽ അംഗീകരിച്ചിരിക്കുകയാണ്. അതായത് ഇത് കർത്താവിൻ്റെ രണ്ടാം വരവുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള വാക്യമായിട്ടാണ് എല്ലാവരും മിക്കവരും ഇത് അംഗീകരിച്ചു വച്ചിരിക്കുന്നത്. പക്ഷേ എനിക്കിത് കർത്താവിന് രണ്ടാം വരവായിട്ട് ഈ വാക്യം വെക്കുന്നതിന് എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ ഞാനിതിനെ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് സത്യത്തിൽ ഇത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവായിട്ടുള്ളതാണോ എന്ന് എനിക്കൊരു സംശയം. നിങ്ങളിത് ശരിക്കും ചിന്തിക്കണം. ചിന്തിച്ചിട്ട് ഞാൻ പറയുന്നത് ശരിയല്ലെങ്കിൽ നിങ്ങളത് തള്ളികളയണം. ഇവിടെ എന്താ വിഷയം നോക്കുക. ഇവിടെ പലരും ഇതിനെ ചില ആളുകൾ പ്രത്യേകിച്ചും കർത്താവ് അടുത്ത കാലത്തേക്ക് വരാൻ പോകുന്നില്ല എന്ന് പറയുന്നൊരു കാര്യമാണ്. എല്ലാം ഒന്നും യഥാസ്ഥാനം ആയിട്ടില്ലല്ലോ. ഉദാഹരണം സ്വർഗത്തിൽ മരണമില്ല, ഭൂമിയിൽ മരണം ഇപ്പോൾ ഉണ്ട്, ജരാനരകളുണ്ട്. അപ്പോൾ ഭൂമി യഥാർത്ഥത്തിൽ സ്വർഗമാവാൻ പോകുന്നു എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. അതുതന്നെ ദൈവവചനത്തിൻ്റെ യഥാർത്ഥ അടിസ്ഥാനത്തെ മറിച്ച് പറയുകയാണ്. കാരണം ഈ ഭൂമി തീക്കായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് അപ്പോസ്തലന്മാർ പറയുന്നത്. പ്രത്യേകിച്ചും നമ്മൾ 2 പത്രോസ് 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ ഭൂമി മൂലപദാർത്ഥങ്ങൾ ഒഴിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ കത്തി അഴിയുന്നതായിട്ടുള്ള ദിവസം വരുന്നു, തീക്കായിട്ട് ഇതിനെ സൂക്ഷിച്ചിരിക്കുന്നു എന്നൊക്കെ കർത്താവിൻ്റെ ശിഷ്യനായിരിക്കുന്ന പത്രോസ് എഴുതിയ ലേഖനം മുമ്പിൽ കിടക്കുകയാണ്. തൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൽ പത്രോസ് അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പം തീക്കായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ഈ ഭൂമി സ്വർഗമാകാൻ പോകുന്നു. ഇതിനെ സ്വർഗമാക്കേണ്ട ചുമതലയാണ് നമുക്കൊക്കെ ഉള്ളത്. അത് ഇങ്ങനെ ഞങ്ങൾ കുറേ പേര് രക്ഷപ്പെട്ട് അങ്ങ് സ്വർഗത്തിൽ പോകും, അങ്ങനെ കുറേ പേരല്ല, എല്ലാവരും രക്ഷപ്പെടണമെന്നുള്ളതാണ് യഥാർത്ഥമായ ദൈവഭക്തങ്ങളുടെ ആഗ്രഹം. പക്ഷേ ചില കണ്ടീഷൻസ് ഉണ്ട്, ചില രീതികളുണ്ട്. ഇപ്പോൾ അവർ പറയുന്നത് കണ്ടീഷനൊന്നുമില്ല, കർത്താവ് എല്ലാവരെയും അങ്ങ് സ്നേഹിക്കുന്നു, കർത്താവ് എല്ലാവരെയും കൊണ്ടുപോകും. അതിനു മുമ്പ് ഈ ഭൂമിയെ തന്നെ കർത്താവ് അങ്ങ് സ്വർഗമാക്കിയിട്ട് കർത്താവ് ഇങ്ങോട്ട് വരും, ഇവിടുന്ന് അങ്ങോട്ടും പോകാം, അവിടുന്ന് ഇങ്ങോട്ടും വരാം. ഇങ്ങനെ ഈ മെട്രോ ട്രെയിൻ പോലെ സ്വർഗത്തിലോട്ടും പോകാം, ഭൂമിയിലോട്ടും പോകാം. അങ്ങനത്തെ ഉള്ളതാണ് ഭൂമി സംഭവം സ്വർഗം, സ്വർഗം സംഭവം ഭൂമി. ആ രീതിയിലായി കഴിയും എന്നൊക്കെയാണ് അവർ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിനവർ പറയുന്നത് അതിന് കുറച്ച് സമയം ദൈവത്തിന് വേണം. ഇപ്പം നിങ്ങളീ ചുമ്മാതെ പാപം വേണം, എന്തോ പാപം എന്ന് പറഞ്ഞൊരു സംഭവമില്ല, ന്യായവിധി എന്ന് പറഞ്ഞൊരു സംഭവമില്ല, ഇങ്ങനെയൊക്കെയാണ് അവർ പഠിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ നമ്മൾ കാലാകാലങ്ങളായിട്ട് വിശ്വസിച്ചിരിക്കുന്ന അല്ലെങ്കിൽ വചനത്തിൽ വായിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം തലകീഴായി മറിച്ചുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. അവർക്ക് വേദി ഒരുക്കി കൊടുക്കുന്ന ഭക്തന്മാരെന്ന് പറയുന്ന ആളുകളുണ്ട്. അവരുടെ ആശയങ്ങൾക്ക് ആവശ്യത്തിന് സ്പേസ് കൊടുത്തിട്ട് എന്നിട്ട് അപ്പോൾ ഈ ലോകമായി നിറഞ്ഞെടുക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ജഡാസക്തി, ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇതിനോടുള്ള ആസക്തി എല്ലാ മനുഷ്യനും ഉണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ ഈ പാപം നിറഞ്ഞ ലോകമായിട്ട് ബന്ധപ്പെട്ട എനിക്ക് ആ നിത്യത നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്നൊക്കെ ഉള്ളൊരു ഉൾഭയം കൊണ്ട് കൂടിയാണ് ആളുകൾ ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നത്. ഈ മായാലോകത്തിൽ കൂടുതൽ മുഴുകാതെ മാറണമെന്നുള്ള ആഗ്രഹം വരുന്നത്. എന്തായാലും അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഈ ലോകത്ത് നീ എന്ത് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പാപമെന്ന് പറഞ്ഞൊരു സംഭവം തന്നെ ഇല്ല, സ്വർഗവും അല്ലാതെ നരകവും എന്നൊക്കെ പറഞ്ഞൊരു സംഭവം തന്നെ ഇല്ല എന്നൊക്കെ പഠിപ്പിക്കൽ വരുമ്പോഴത്തേക്കും ഈ കുറേ പേർക്ക് അതിനകത്തോടൊരു ആകർഷകത തോന്നുന്നു. അത് കൊള്ളാമല്ലോ. അതായത് ഈ പറഞ്ഞ അതിരുകളൊന്നുമില്ല, വരമ്പുകളൊന്നുമില്ല, എങ്ങനെയും ജീവിക്കാം, പിന്നെ ദൈവമുണ്ട് എന്നോട് അവർ പറയും. കുറച്ചുകൂടെ കഴിയുമ്പോൾ അവർ ദൈവം ഇല്ല എന്നും പറയും. കാരണം അവർക്ക് ഈ ദൈവമില്ല എന്ന് നേരിട്ട് അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല. കാരണം ഈ പറഞ്ഞ ഈ വിശ്വാസികളെയൊക്കെ ആണല്ലോ അവർ തെറ്റിക്കാൻ ശ്രമിക്കുന്നത്. കാരണം ഇവരെയൊക്കെ നയിക്കുന്ന വേറൊരു സ്പിരിറ്റാണ്. ആ സ്പിരിറ്റിൻ്റെ ഇപ്പോൾ അതിങ്ങനെ വാതിക്ക് നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ ആ സ്പിരിറ്റിന് കംപ്ലീറ്റ് ആയിട്ട് അധികാരം കിട്ടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവർ പൂർണ്ണ പ്രതാപത്തോട് വരും. പക്ഷെ ഇപ്പം അവരുടെ ആ വാദഗതികൾ അംഗീകരിക്കാൻ പറ്റത്തില്ല. പക്ഷെ അപ്പോൾ അവർ വചനത്തിൽ നിന്ന് എടുത്തിട്ടാണ് സംസാരിക്കുന്നത്. അവർ പറയുന്നത് കണ്ട് വചനത്തിൽ കിടക്കുന്നു. എന്താ വചനത്തിൽ കിടക്കുന്നത്? തൻ്റെ അപ്പോസ്തലപ്രവൃത്തി 3:21 പറയാ, ദൈവൻ ലോകാരംഭം മുതൽ തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതൊക്കെ യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം സ്വർഗ്ഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു. യേശുക്രിസ്തുവിനെ ഇവിടുന്ന് പോയി സ്വർഗാരോഹണം ചെയ്ത് പോയിട്ട് ഇനി അവൻ വരുന്നത് എല്ലാം യഥാസ്ഥാനത്താകുന്ന കാലത്തിലേ തിരിച്ചു വരത്തുള്ളൂ. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും ഈ പ്രീ വിശ്വസിക്കുന്ന ആളുകളാണെങ്കിലും പോസ്റ്റ് വിശ്വസിക്കുന്ന ആളുകളാണെങ്കിലും അവർ ഒരുമിച്ച് പറയും, ശരിയാ, പോസ്റ്റുകാർക്ക് വലിയ പ്രശ്നമില്ല, കാരണം കുറച്ച് കഴിഞ്ഞേ വരത്തുള്ളൂ എന്നാണ് അവർ പറയുന്നത്. അതും കവർ ചെയ്താൽ പറയുന്നത് ഈ അടുത്ത കാലത്ത് എങ്ങും വരാൻ പോകുന്നില്ല, ഇനി പീഡനകാലം എന്ന് പറഞ്ഞാൽ അങ്ങനെ കാലം തന്നെയൊന്നുമില്ല, അതൊക്കെ കുറേ നാൾ കഴിഞ്ഞ് ഭൂമി സ്വർഗ്ഗമാകാൻ പോകുന്നല്ലോ. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ പുതിയ ആശയക്കാർക്ക് എതിർ ക്രിസ്തു എന്ന് പറയുന്ന ഒരാളുണ്ടെന്ന് പോലും അവർ പറയില്ല, അങ്ങനെ ഒരു ആശയവും പറയില്ല, അങ്ങനെ ഒരു ആൾ. കാരണം അവർ തന്നെ ഓൾറെഡി അതിൻ്റെ ആളുകളാണ്. അതുകൊണ്ടാണ് അവർ ഈ ആശയം കൊണ്ടുവരുന്നത്.
അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത്, കർത്താവ് തൻ്റെ സഭയെ ചേർക്കും, അത് ഏറ്റവും വേഗത്തിൽ സംഭവിക്കും, നാളും ഒന്നും നമുക്കറിയത്തില്ലെങ്കിലും അതിന് അധികം താമസമില്ല എന്ന് പറയുന്നവർ എന്തുകൊണ്ട് ഈ വാക്യം കാണുമ്പോൾ പതറിപ്പോകുന്നു എന്നുള്ളതാണ് എൻ്റെ ചിന്ത. കാരണം അവർ നോക്കുമ്പോൾ വചനത്തിൽ അങ്ങനെയല്ലേ. പക്ഷേ ഞാനിതിനെ ചിന്തിക്കുന്നത് സത്യത്തിൽ ഇത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവുമായിട്ട് ബന്ധത്തിലല്ല പറയുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇതെന്താ സംഭവം ഇവിടെ നടക്കുന്നത്? അതായത് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിലാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയിൽ പരിശുദ്ധാത്മാവ് ഭൂമിയിലോട്ട് അവരോഹണം ചെയ്യുന്നതായിട്ടുള്ള അനുഭവങ്ങൾ, പെന്തക്കോസ്ത് നാളിലെ അനുഭവങ്ങളൊക്കെ നമുക്കറിയാം. അന്ന് പത്രോസ് പ്രസംഗിക്കുന്നതും ഏതാണ്ട് 3000-ഓളം ആളുകൾ സ്നാനപ്പെടുന്നതും അവർക്ക് ദൈവസഭയോട് ചെയ്യുന്നതും ഒക്കെ അതിനകത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. ഞാനതിലേക്കൊന്നും പറയുന്നില്ല. 3-ാം അധ്യായത്തിൽ ഒരു അത്ഭുതം നടക്കുകയാണ്. എന്താണ്? ഈ ദേവാലയത്തിന് മുമ്പിൽ ഭിക്ഷ യാചിക്കാനിരുന്നതായിട്ടുള്ള ആ മനുഷ്യന്, അവന് മുടന്തനായിരുന്നു, അവന് സൗഖ്യം വന്ന കാര്യങ്ങളാണ്. അപ്പം ആളുകൾ അവന് ഇവരുടെ കൂടെ നിൽക്കുകയാണ്, യോഹന്നാൻ്റെയും പത്രോസിൻ്റെയും കൂടെ നിൽക്കുമ്പോൾ ആളുകൾ വന്നിട്ട് എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് നെല്ലിൽ ആശ്ചര്യപ്പെടുമ്പോൾ പത്രോസ് പറയും, ഇത് ഞങ്ങളുടെ ശക്തി കൊണ്ടോ ഞങ്ങളുടെ കഴിവുകൊണ്ടോ ഒന്നുമല്ല, നസ്രയനായ യേശുവാണ് ഇത് ചെയ്തേ. എന്നിട്ട് പത്രോസ് വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നേരത്തെ 2-ാം അധ്യായത്തിലെ പ്രസംഗത്തിൻ്റെ ബാലൻസാണ്. അദ്ദേഹം വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ നസ്രയനായ യേശു എന്ന് പറയുന്ന വേറെ ആരും അല്ല. അതാരാണ്? യഹൂദ ജാതി, നമ്മുടെ പിതാക്കന്മാർ നീണ്ട നൂറ്റാണ്ടുകളായിട്ട് കാത്തിരുന്ന വാഗ്ദത്ത മശിഹ. അങ്ങനെ ഒരാളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഈ പറയുന്ന കൂടി വന്നിരിക്കുന്ന ദേവാലയത്തിന് ചുറ്റും നിൽക്കുന്നതായിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഗോപുരത്ത് വാതുക്കൽ വന്ന് നിൽക്കുന്നതായിട്ടുള്ള ഒരു വലിയ വിഭാഗം ജനങ്ങളോട്, പരീശന്മാരോട്, യഹൂദ ജാതിയിലുള്ള ജനങ്ങളോട് പത്രോസ് പറയുന്നത്, നിങ്ങൾക്ക് അറിവില്ലാതെ പറ്റിപ്പോയതാണ്. നിങ്ങൾ ഈ പറയുന്ന ഞങ്ങളുടെ ഗുരുവായിരുന്ന നസറേനായ യേശുവിനെ നിങ്ങൾ അല്ലെങ്കിൽ ക്രൂശിച്ച് കൊന്നു, നിങ്ങൾ അവനെ മരണശിക്ഷ കേൾപ്പിച്ചു. പക്ഷേ ഇതൊന്നും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല, കാരണം ഇതൊക്കെ ദൈവത്തിന് നിശ്ചയമായിരുന്നു. പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന, നിങ്ങൾ ചിന്തിച്ചിരുന്ന, നിങ്ങൾ യുഗങ്ങളായിട്ട് അല്ലെങ്കിൽ കാലങ്ങളായിട്ട് നമ്മുടെ ജാതി അല്ലെങ്കിൽ നമ്മുടെ സമുദായം അല്ലെങ്കിൽ നമ്മുടെ വംശം കാത്തിരുന്നതായിട്ടുള്ള വാഗ്ദത്ത മശിഹ, രക്ഷകൻ, ഈ യേശു ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഈ യഹൂദ ജാതിക്ക് ആ ഒരു പ്രതീക്ഷയാണ്, ഇന്നും അവർ ആ പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. ഈ പ്രശ്നങ്ങളെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വരാൻ പോകുന്നത്. കാരണം ഇതിൻ്റെ അവസാനം അങ്ങനെയാണ് വരാൻ പോകുന്നത്. അവരെ യഥാർത്ഥത്തിൽ അവരുടെ വാഗ്ദത്ത മശിഹ ആരായിരുന്നു തിരിച്ചറിയുന്നതോടുകൂടി പ്രശ്നങ്ങൾ അവിടെ തീരുകയാണ്. അവിടെ വെച്ച് സകല കാര്യങ്ങൾക്ക് ഒരു പരിസമാപ്തിയിലേക്ക് നീങ്ങും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ ഒഴിച്ച് പറഞ്ഞ് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഞാൻ അതിലേക്ക് പിന്നീട് വരാം. ഇന്ന് ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ ഇവിടെ ഉള്ള പ്രശ്നം എന്താ? അവർക്ക് ഈ കൂടി നിൽക്കുന്ന ആളുകൾക്ക് അത് അറിഞ്ഞുകൂടാ. അപ്പോൾ പറയുകയാണ്, ആ വാഗ്ദത്ത മശിഹയാണ് ഞങ്ങളുടെ ഗുരുവായിട്ട് ഇവിടെ വന്നിരുന്നതായിട്ടുള്ള യേശു ക്രിസ്തു. നിങ്ങളവനെ മരത്തിൽ ക്രൂശിച്ച് കൊന്നു, പക്ഷേ നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടാണ് നിങ്ങളത് ചെയ്തത്. ആ വ്യക്തിയിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചതായിട്ടുള്ള അധികാരം, ആ വ്യക്തിയിൽ ഞങ്ങൾക്ക് അത് അദ്ദേഹം സ്വർഗത്തിലേക്ക് പോയിട്ട് അവിടുന്ന് പിതാവിനോട് ചോദിച്ച് ഞങ്ങൾക്ക് നൽകിയതായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടാണ് ഇപ്പോൾ ഈ സൗഖ്യം ഇവിടെ നടന്നിരിക്കുന്നത്. അല്ല ഞങ്ങൾ ഈ പത്രോസായ ഞാനോ അല്ലെങ്കിൽ യോഹന്നാനായിരിക്കുന്ന ഇദ്ദേഹമോ ഞങ്ങൾ മുക്കുവരായിട്ടുള്ള ആളുകളാണ്. ഞങ്ങളുടെ കഴിവോ ഞങ്ങളുടെ പ്രാപ്തിയോ ഞങ്ങളുടെ ബലമോ ഒന്നും അല്ല. നിങ്ങളെന്തിനും ഞങ്ങളിങ്ങനെ പുകഴ്ത്തുന്നേ, ഞങ്ങളൊന്നും അല്ല. യഥാർത്ഥത്തിൽ അതാണ് എന്ന് പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു തീർക്കുമ്പോൾ അതിൻ്റെ 19-ാം വാക്യം ആകുമ്പോഴത്തേക്കും 18-ാം വാക്യത്തിൽ, ദൈവമോ തൻ്റെ ക്രിസ്തു കഷ്ടം അനുഭവിക്കുമെന്ന് സകല പ്രവാചകന്മാരും മുഖാന്തരം മുന്നറിയിച്ചത് ഇങ്ങനെ നിവർത്തിച്ചു. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. ഞാൻ പറയുന്നത് സത്യത്തിൽ ഈ തിരിഞ്ഞുകൊള്ളുവീൻ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു നൃത്തമുണ്ട്. ഈ അവിടം വരെയുള്ളൂ പത്രോസിൻ്റെ യഥാർത്ഥത്തിലുള്ള ആ കാര്യത്തേക്കുള്ള പ്രസ്താവനയായിട്ടാണ് ഞാൻ പറയുന്നത്. പിന്നീടുള്ള കാര്യം യഥാർത്ഥത്തിൽ ഫ്ലാഷ് ബാക്കാണ്. പക്ഷേ ആളുകൾ അതിനെ ചേർത്ത് വായിച്ച് പഠിക്കുന്നുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ, ഈ പത്രോസ് പ്രസംഗിക്കുന്നത് അദ്ദേഹം വളരെ സ്ട്രെയിറ്റ് ആയിട്ട് പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയാണ്. പൗലോസിൻ്റെ ലേഖനങ്ങൾ ചിലതൊക്കെ ആളുകൾ അതിനെ വളച്ചൊടിച്ച് വ്യാഖ്യാനിച്ച് വേറെ ആക്കി കളയുമെന്ന് പത്രോസ് തൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ. കാരണം പൗലോസിൻ്റെ ലേഖനങ്ങൾ ഏറ്റവും ഊറ്റമുള്ളതാണെങ്കിൽ തന്നെയും ചില ആളുകൾ ഇന്ന് പോലും ഈ കാലഘട്ടത്തിൽ പോലും പൗലോസിൻ്റെ ലേഖനങ്ങളെ വളച്ചൊടിച്ച്
പൗലോസ് ഉദ്ദേശിക്കാത്ത അർത്ഥമൊക്കെ കൊടുത്ത് സംസാരിക്കുന്ന ആളുകളുണ്ട്. അത് പത്രോസ് തന്നെ തൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. നിസ്താര ഭയം കൊണ്ട് ഞാനത് പറയുന്നില്ല. പത്രോസ് ലേഖനത്തിൽ പറയുന്നുണ്ട്, നമ്മുടെ സഹോദരനായ പൗലോസും പല ലേഖനങ്ങളാൽ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ട് പല കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്നാൽ അവയിൽ ചിലതിനെ അസ്ഥിരന്മാരായിട്ടുള്ള ആളുകൾ, സ്ഥിരതയില്ലാത്ത ആളുകൾ അത് വളച്ചൊടിച്ച് തങ്ങളുടെ ഉദ്ദേശ നിവൃത്തിക്കായിട്ട് ഉപയോഗിക്കുന്നുവെന്ന് അദ്ദേഹം നല്ല ലേഖനത്തിൽ പറയുന്നുണ്ട്, പത്രോസ് പറയുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം പത്രോസ് പലപ്പോഴും അധികമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും നമ്മൾ കേൾക്കുന്നില്ലെങ്കിലും ലേഖനങ്ങൾ തന്നെ വളരെ കുറവാണെങ്കിൽ തന്നെയും വളരെ ക്ലിയറായിട്ട് അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പോൾ അതായത് വളച്ച് തിരിച്ചൊന്നും അദ്ദേഹം പറയുന്നില്ല. പൗലോസിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ തൻ്റെ ലേഖനങ്ങൾ നമുക്കറിയാം, ഒരു വരി താൻ എഴുതുമ്പോൾ അതിനകത്ത് എത്രത്തോളം ആത്മീയ മർമ്മങ്ങൾ അങ്ങോട്ട് നിറച്ചെഴുതാമോ. കാരണം എത്ര എഴുതിയാലും മനസ്സിലാവും, അദ്ദേഹത്തിന് തൃപ്തിയാവത്തില്ല. കാരണം ഇനിയും കൂടുതൽ തൻ്റെ അറിവ് മുഴുവൻ, തനിക്ക് ലഭിച്ച വെളിപ്പാട് മുഴുവനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം എന്നുള്ള വലിയ ആഗ്രഹത്തോടാണ് അദ്ദേഹം എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു വാക്കെടുത്ത് നമ്മൾ മണിക്കൂറുകൾ വ്യാഖ്യാനിക്കേണ്ടി വരും. അത്രത്തോളം ആശയങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലുണ്ട്, അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിലുണ്ട്. അപ്പോൾ അതിനെ വളച്ചൊടിച്ച് പോകുന്നതിനെ പറ്റി പത്രോസ് പ്രഖ്യാപിക്കുന്നുണ്ടെന്ന് ഞാൻ പറയുന്നുണ്ടല്ലോ പൗലോസിൻ്റെ ലേഖനങ്ങളെ. എല്ലാം അല്ല, ചില കാര്യങ്ങൾ. അപ്പോൾ അത് ഇപ്പോൾ എനിക്ക് എൻ്റെ വിഷയമല്ലല്ലോ. അപ്പോൾ ഇവിടെ അതുകൊണ്ട് പത്രോസിൻ്റെ ശൈലി എന്ന് പറയുന്ന കാര്യങ്ങൾ കൃത്യമായി പറയുന്ന കാര്യമാണ്. യഥാർത്ഥത്തിൽ ഇതിപ്പം ഇവിടെ വരെ അവർ 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 18 വരെയുള്ള അല്ലെങ്കിൽ 19-ാം വാക്യത്തിൻ്റെ പകുതി വരെ യേശുക്രിസ്തുവാണ് വാഗ്ദത്ത മെശിഹ എന്നും അവനെ ദൈവം അയച്ചതാണെന്നും നിങ്ങൾ അവനെ ക്രൂശിച്ചു കൊന്നും നിങ്ങളുടെ പിതാക്കന്മാർ അവനെ ക്രൂശിച്ചു കൊന്നെന്നും അത് നിങ്ങളുടെ തെറ്റല്ല, നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണെന്നും എല്ലാം പറഞ്ഞേച്ച് നേരെ പത്രോസ് അവൻ സ്വർഗത്തേക്ക് പോയി ഇനിയും അവനെ ഉടനെയൊന്നും അയക്കത്തില്ല എന്ന് അദ്ദേഹം പറയത്തില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഇനി ബാക്കി അതായിരുന്നു പറയണ്ടേ. പക്ഷെ തുടർന്ന് അങ്ങോട്ട് പറയുമ്പോൾ ഇപ്പോഴും ഈ കർത്താവിനെ ഇവിടെ അയച്ചിരിക്കുകയാണെന്നും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലാണ് പറയുന്നത്. അതായത് 2-ാം വരവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ അതിനെപ്പറ്റിയല്ലേ ബാലൻസ് പറയണ്ടേ. ഇപ്പോൾ 2ാമത്തെ അല്ലെങ്കിൽ കർത്താവ് ഇനി വരുന്ന പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. നേരെ ഇനി സ്വർഗ്ഗാരോഹണം ചെയ്തു ഇപ്പോൾ അവൻ ആകാശത്ത് അല്ലെങ്കിൽ പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയാണെന്ന് പറഞ്ഞു. പിന്നെ അതിനെപ്പറ്റിയല്ലേ പറയണ്ടേ. എന്നാൽ ഇവിടെ നോക്കുക എന്താ പറയുന്നത്, 19-ാം വാക്യം. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. പാപങ്ങൾ മാഞ്ഞു കിട്ടുമെന്നാണ് പറയുന്നത്. അതായത് യേശുക്രിസ്തുവിൻ്റെ മരണത്തെ പ്രസ്താവിച്ച് അവൻ്റെ രക്തത്തെ പറ്റിയെല്ലാം പറഞ്ഞിട്ട് അതിലൂടെ നിങ്ങളുടെ പാപം മാഞ്ഞു കിട്ടും. അതിനെപ്പറ്റി പറഞ്ഞിട്ട് പിന്നെന്തോ പറയുന്നത് ശ്രദ്ധിച്ചാട്ട്. എന്നാൽ കർത്താവിൻ്റെ സന്മുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ അത് നടന്ന കാര്യമാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അതൊന്നും ഒരു ഫ്ലാഷ് ബാക്ക് പോലെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടല്ലോ. നിങ്ങൾക്ക് ഈ പറഞ്ഞ അവർ യഹൂദന്മാരായ മുന്നിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് ഞാൻ വാക്യങ്ങൾ എന്നിട്ട് മോശ പറഞ്ഞ കാര്യത്തിലേക്ക് അത് തിരിച്ചു പോകുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ പ്രസൻറ്റായി നടന്ന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞേച്ച് അതിൻ്റെ ബാലൻസാണ് പറഞ്ഞതെന്നാണ് ഇവിടെ നിങ്ങൾ ധരിക്കുന്നതെങ്കിൽ, എന്നാൽ അങ്ങനല്ല കാണുന്നത്. ഇപ്പം കാണുന്ന നേരെ മോശ പണ്ട് ഈ മശിഹായെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ഇതുപോലൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിലോട്ട് വരികയാണ്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ നോക്കുക, ഈ കർത്താവിൻ്റെ സമ്മുഖത്ത് നിന്ന് ആശ്വാസകാലം വരുന്നതെന്ന് പറയുന്നത് ഇനി ആശ്വാസകാലം വരുന്നല്ല, ആശ്വാസകാലം ഇപ്പോൾ ആൾറെഡി വന്നു. പക്ഷെ അതിനെപ്പറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി നോക്കുക, നിങ്ങളുടെ ആ പഴയ കാലത്തെപ്പറ്റിയും പഴയ രീതിയെപ്പറ്റിയും ഓർക്കണ്ട. കർത്താവിൻ്റെ സമൂഹത്തിന് ബാക്കിയുള്ള ഭാഗം ചേർത്ത് വായിച്ച് നോക്കുക, അന്നേരം മനസ്സിലാക്കാൻ സാധിക്കും. നോക്കുക, നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. കർത്താവിൻ്റെ സമൂഹത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും കർത്താവിൻ്റെ സമൂഹത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. അപ്പം ഇതിപ്പം ഇനിയുള്ള കാര്യമാണെങ്കിൽ ഈ ആശ്വാസകാലങ്ങളുമായിട്ടാണോ യഥാർത്ഥത്തിൽ ഇനിയും ക്രിസ്തു വരുന്നത്? അതിപ്പോൾ എല്ലാവരും യോജിക്കുന്നുണ്ടല്ലോ, പ്രീക്കാരും പോസ്റ്റുകാരും എല്ലാം യോജിക്കുന്നത് ഇനിയും ക്രിസ്തു വരുന്നത് ന്യായാധിപതിയായിട്ടാണ്. ഇനി ക്രിസ്തു ആരെയും ആശ്വസിപ്പിക്കാനും ആരെയും സൗഖ്യമാക്കാനുമായിട്ടല്ല വരുന്നത്. അദ്ദേഹം ഇനി വരുന്നത് ന്യായാസനത്തിലിരിക്കാനാണ് വരുന്നത്, ലോകത്തെ വിധിക്കാനാണ് വരുന്നത്. അപ്പോൾ ഇനി അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം എന്താ? നേരത്തെ കർത്താവ് പറഞ്ഞ ആ വാഗ്ദത്വം, മശിഹ എന്ന വാഗ്ദത്വം, അതിനെപ്പറ്റി പറഞ്ഞത് ആ ഫ്ലാഷ് ബാക്ക് പോലെ പറയുകയാണ്. കാരണം ഇനി ബാക്കി കേട്ടോ. എന്നാൽ കർത്താവിൻ്റെ സമ്മുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും.
ദൈവം ലോകാരംഭം മുതൽ തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു. അപ്പോൾ ഉടനെ നമുക്ക് പെട്ടെന്ന് ചിന്തിക്കുന്ന ഒരു കാര്യം, യേശു സ്വർഗത്തിലേക്ക് പോയല്ലോ, ഇനി യഥാസ്ഥാനത്ത് ആവുന്ന വരെ സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു. എന്നാൽ അതല്ല കാര്യം. കാരണം തൊട്ട് താഴെ എഴുതിയിരിക്കുന്നതെന്ന് വായിച്ചിരിക്കുമ്പോൾ ഇത് മനസ്സിലാക്കുമ്പോൾ നോക്കുക, ദൈവമായ കർത്താവ്, അത് മോശ പറയുന്ന കാര്യമാണ്, ആവർത്തന പുസ്തകത്തിൽ നമ്മൾ വായിച്ചിട്ടുള്ളത്. ദൈവമായ കർത്താവ് നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെ പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും. അവൻ നിങ്ങളോട് സംസാരിക്കുന്ന സകലത്തിലും നിങ്ങൾ അവൻ്റെ വാക്ക് കേൾക്കണം. ആ പ്രവാചകന്റെ വാക്ക് കേൾക്കാത്ത ഏവനും ജനത്തിന്റെ ഇടയിൽ നിന്ന് ഛേദിക്കപ്പെടും എന്ന് മോശ പറഞ്ഞുവല്ലോ. ഇത്ര പറയുക, നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ മോശ ഇങ്ങനെ ആളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. മോശയാണല്ലോ നിങ്ങൾ ഏറ്റവും വലിയ ആളായിട്ട് വെച്ചിരിക്കുന്നത്. എന്നാൽ മോശ ഒരാളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതാണ് മശിഹ, അതാണ് രക്ഷകൻ. അപ്പോൾ എന്നെപ്പോലെ വേറൊരു പ്രവാചകനെ അയക്കും. അവൻ പറയുന്നതൊക്കെ നിങ്ങൾ കേൾക്കണം. അവൻ പറയുന്നത് കേൾക്കാത്തവനെ ഛേദിക്കണം. ഇതൊക്കെയാണ് മോശ പറഞ്ഞു പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അതെടുത്ത് പറയുകയാണ്. അപ്പം മോശ പറഞ്ഞ കാര്യം, ഞാൻ ഇവിടെ വന്നു പോയി എങ്കിൽ തന്നെയും മറ്റൊരുവനുണ്ട്. അതുമായിട്ട് ചേർത്ത് വായിക്കണം, അവനെ ദൈവം ഇങ്ങോട്ട് വിടില്ല. എപ്പോഴാ? ഇപ്പോൾ രണ്ടാം വരവല്ല പറയുന്നത്, ആദ്യ വരവിനെ പറ്റിയാണ് പറയുന്നത്. മോശയുടെ കാലത്ത് യേശുക്രിസ്തു ഭൂമി വന്നിട്ടില്ലല്ലോ. ഇത് എപ്പോഴാ വരാൻ പോകുന്നറിയോ? ദൈവം തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്ത എല്ലാ കാര്യങ്ങളും നടപ്പാകുന്നത് വരെ സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു. അതായത് പത്രോസ് പ്രസംഗിക്കുന്ന സമയത്ത് അത് നടപ്പായി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതി സമയമായി. അതുകൊണ്ട് അവനെ അയച്ചു കഴിഞ്ഞു. ഇവിടെ നോക്കുക, പിന്നെയും വരാൻ പോകുന്ന ഒരു കാര്യത്തെപ്പറ്റിയാണ് ഇവിടെ പറഞ്ഞിരുന്നെങ്കിൽ തുടർന്ന് മോശ പറഞ്ഞ പഴയ കാര്യം പറയേണ്ട കാര്യമുണ്ടോ? എന്നിട്ട് പിന്നെയും പറയുന്നു നോക്കൂ, അത്രയുമല്ല, ശമൂവേൽ ആദിയായി സംസാരിച്ച പ്രവാചകന്മാരൊക്കെയും ഈ കാലത്തെക്കുറിച്ച് പ്രസ്താവിച്ചു. ഭൂമിയിലെ സകല വംശങ്ങളും നിന്റെ സന്തതിയിൽ അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവം അബ്രഹാമിനോട് അരുളി നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമത്തിൻ്റെയും പ്രവാചകന്മാരുടെയും മക്കൾ നിങ്ങൾ തന്നെ. ഭൂമിയിലെ സകല വംശങ്ങളും തൻ്റെ ക്രിസ്തുവിനാൽ അനുഗ്രഹിക്കപ്പെടും. ആ അബ്രഹാമിൻ്റെ സന്തതിയായിട്ട് അവൻ വരും. അത് രണ്ടാം വരവല്ല, ഒന്നാം വരവിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പം നോക്കും, ഒന്നാം വരവ് ആൾറെഡി നടന്നല്ലോ. ഒന്നാം വരവ് ആൾറെഡി നടന്നു. അത് പക്ഷേ പത്രോസ് പ്രസംഗിക്കുന്നതായിട്ടുള്ള യഹൂദ ജാതിക്ക് അറിയത്തില്ല, ഇന്നും അറിയത്തില്ല. അറിഞ്ഞവരൊക്കെ ഈ രക്ഷയിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. ഇനി അറിയാത്തവർ അറിയാൻ പോകുന്ന കാര്യങ്ങൾക്ക് ഇനി വരാൻ പോകുന്നുണ്ട്. അതൊക്കെ ഞാൻ അടുത്ത ലൈവിൽ പറയാം, അല്ലെങ്കിൽ ഇനി വരുന്ന ലൈവുകളിൽ കണ്ടിന്യൂസ് ആയിട്ട് പറയേണ്ട സമയം ആകുമ്പോൾ, അല്ലെങ്കിൽ ദൈവം എനിക്ക് അനുവാദം നൽകിയാൽ ഞാനത് പറയാം. പക്ഷെ ഇവിടെ ഒരു കാര്യം അവർക്ക് ഇത് ഇനിയും കേൾക്ക്, ഭൂമിയിലെ സകല വംശങ്ങളും നിന്റെ സന്തതിയാൽ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞില്ലേ? അപ്പം അങ്ങനെ വരുമ്പോൾ ഇനി വരാൻ പോകുന്ന ക്രിസ്തുവാണോ? മുമ്പേതൊക്കെ ആശ്വാസകാലങ്ങളുമായിട്ട് വരുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആശ്വാസകാലമായിട്ട് ഇനിയിപ്പം രണ്ടാമത് വരുന്ന ക്രിസ്തു ആശ്വാസകാലമായിട്ടാണ് വരുന്നത്. അതൊക്കെ ഭൂമിയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുക ആശ്വാസകാലങ്ങൾ. അപ്പം ദേവദാസന്മാരെ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് രണ്ടാം വരവിൻ്റെ കാര്യമല്ല പറയുന്നത്. രണ്ടാം വരവിൻ്റെ കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പറഞ്ഞ കപട ആളുകൾ എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഉടനെയൊന്നും വരാൻ പോകുന്നില്ലെന്ന് പറയുന്നവർക്ക്, അവർക്ക് ഈ വചനം എടുത്ത് അവർ മറിക്കുകയാണ്. അവർക്ക് അറിയാൻ വേണ്ടിയിട്ടൊന്നുമല്ല. മുമ്പും പുറകോട്ട് വായിച്ചു നോക്ക്. ഇനി അടുത്ത 26-ാം വാക്യം, നിങ്ങൾക്ക് ആദ്യമേ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ച് ഓരോരുത്തനെ അവനവൻ്റെ അകൃത്യങ്ങളിൽ നിന്ന് തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അവനെ അയച്ചിരിക്കുന്നു. അപ്പം ഈ ക്രിസ്തുവിനെ അയച്ചു കഴിഞ്ഞെന്നാണ് ഇപ്പം പറഞ്ഞു നിർത്തുന്നത്. അപ്പം ഇടയ്ക്കുള്ള ഒരു എടുത്തിട്ട് അതിനെ വളച്ചൊടിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ്? നിങ്ങൾ ഈ ക്രിസ്തു വന്നു കഴിഞ്ഞു, നിങ്ങൾ കാത്തിരുന്ന മെശിഹ വന്നു കഴിഞ്ഞു. പക്ഷേ നിങ്ങൾക്കതറിയാതെ നിങ്ങൾ അവനെ ക്രൂശിച്ചു. പക്ഷേ നിങ്ങൾ മാനസാന്തരപ്പെട്ട് വന്നാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടും, അങ്ങ് തിരിഞ്ഞോ എന്ന് പറഞ്ഞിട്ടൊരു ഫ്ലാഷ് ബാക്ക് പോലെ പറയുകയാണ്. ദൈവത്തിന് ക്രിസ്തു എന്ന ഒരാളുണ്ട്, ഒരു വാഗ്ദത്ത മെശിഹ ഉണ്ട്. പക്ഷെ ഉടനെ ഒന്നും വരത്തില്ല. എപ്പോഴും നിങ്ങൾ ഉദ്ദേശിച്ചത്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, നിങ്ങൾ ചിന്തിക്കുന്നത് ശരിയാണ്, ഉടനെ ഒന്നും വരത്തില്ല. വിശുദ്ധ പ്രവാചകന്മാർ പറഞ്ഞ സകലതും നിവൃത്തിയാകുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു. മോശയും പറഞ്ഞിട്ടുണ്ട്, എന്നെ പോലെ പ്രവാചകനെ നിങ്ങൾക്ക് അയച്ചു എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് ശമൂവേലും പറഞ്ഞിട്ടുണ്ട്. ശമൂവേൽ മുതലായ ആദ്യമുള്ള പ്രവാചകന്മാരൊക്കെ ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവനെ അയച്ചു കഴിഞ്ഞു, ആ അയച്ചവനാണ് ക്രിസ്തു എന്ന് പത്രോസ് പറഞ്ഞ് തീർക്കുന്നതാണ് ഈ അധ്യായം തീരുമ്പോൾ കാണുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് തുടക്കത്തിലൊന്ന് പറഞ്ഞ് കുറച്ചങ്ങോട്ട് പറഞ്ഞയച്ച് ക്രിസ്തുവിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട്
പിന്നെ ഇടയ്ക്ക് ഒരു വരി കൊണ്ടുവന്നിട്ട് അവനെ സ്വർഗത്തിലേക്ക് കയറ്റി വിട്ടിട്ട് പിന്നെയും അവനെ അങ്ങനെ ഒരാളുണ്ടായിരുന്നു, അവനെ ഇനി അവൻ അയക്കുമെന്നല്ല പറഞ്ഞു, അവനെ അയച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറഞ്ഞു. അതിനർത്ഥം ഈ വാക്യം യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ ഒന്നാം വരവിന് മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ എന്താണ്? ക്രിസ്തു ആരാണ്? ദൈവം തന്നെയാണ് ക്രിസ്തു. പക്ഷെ ഒരു കാര്യമുണ്ട്, ലോകമുണ്ടാകുന്നതിന് മുമ്പേ, പ്രപഞ്ചമുണ്ടാകുന്നതിന് മുമ്പേ ദൈവത്തിനറിയാം മനുഷ്യജാതി ഇങ്ങനെ നശിച്ചു പോകും. ദൈവത്തിനറിയാം. അപ്പം മനുഷ്യൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി, പ്രപഞ്ചത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി ഒരു കുഞ്ഞാടിനെ അറുക്കാനായിട്ട് വെച്ചിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ ലോകസ്ഥാപനത്തിന് മുമ്പേ അറുക്കപ്പെട്ട കുഞ്ഞാടെന്നാണല്ലോ യേശു ക്രിസ്തുവിനെ പറ്റി പറയുന്നത്. അപ്പോൾ തൻ്റെ ഏകജാതനായ പുത്രൻ എന്നാണ് പറയുന്നത്. നമ്മൾ നിത്യവിശ്വാസ പ്രമാണത്തിൽ പറയുന്നത് എന്താ? ജനിച്ചവൻ, അതിൽ ചില പോരായ്മകളുണ്ട്. ഇപ്പോൾ ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും. ക്രിസ്തു സൃഷ്ടിയല്ല. അപ്പോൾ സൃഷ്ടിയല്ലെങ്കിൽ പിന്നെ എങ്ങനെ ദൈവത്തിൻ്റെ പുത്രനാകുന്നേ? ഇപ്പോൾ എനിക്കറിയാം, നിങ്ങൾക്കറിയാം, പിന്നെ നമുക്ക് നമ്മുടെ ഈ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഈ പടം അങ്ങോട്ട് വെച്ചിട്ട് ഒരു 8-9 ആളായിട്ട് ഞാൻ സംസാരിക്കുന്നത്, ഒരു 7-8 മുഖങ്ങൾ എനിക്കിട്ടിട്ട് എൻ്റെ ഇതേ മുഖം തന്നെ കട്ട് ചെയ്തിടാനുള്ള സംവിധാനം ഉണ്ടല്ലോ, 2ആയിട്ട് കാണിട്ട് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടല്ലോ. അതൊക്കെ മനുഷ്യരായ നമുക്കിപ്പോൾ അറിയാവുന്ന മൊബൈലിലെ ചെറിയ ടെക്നോളജിയിൽ ചെറിയ ചെറിയ ആപ്പുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ മഹാദൈവത്തിന് തൻ്റെ തന്നെ ഒരു അംശത്തെ ഉണ്ടാക്കാതെ തന്നെ തന്നിൽ നിന്ന് തന്നെ, ഇപ്പോൾ കർത്താവിന് തന്നിൽ നിന്ന് ഒരു അംശം എടുത്ത് അപ്പുറത്ത് വെക്കാൻ കർത്താവിന് അറിയത്തില്ലേ? അത് സൃഷ്ടിയല്ല. താൻ തന്നെ അപ്പുറത്തോട് മാറിയിരിക്കുക. എന്തിനാണ്? അവനെ ആ വ്യക്തിയെ മനുഷ്യനെ, ഇത് രണ്ടല്ല. ഈ തന്നിൽ നിന്ന് പുറപ്പെട്ടതായിട്ടുള്ള ഈ ക്രിസ്തു, അത് ആദ്യം മുതൽ തന്നോട് കൂടെ ഉള്ളവനാ, താൻ തന്നെയാണ്. ദൈവത്തിന് അത് സാധിക്കുമല്ലോ. അപ്പം അതുകൊണ്ട് ദൈവത്തേക്കാൾ എളുപ്പമുണ്ടോ? ഇല്ല. ദൈവത്തേക്കാൾ ഇച്ചിരി എളുപ്പമുള്ള ആളാണ്? ഇല്ല. കാരണം തന്നിൽ തന്നെ ഉള്ളതല്ലേ. ആദ്യം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. അപ്പം എൻ്റെ ഈ ഒരു രൂപം തന്നെ എനിക്ക് പല രീതിയിൽ എൻ്റെ മൊബൈലിനകത്തൂടെ പല മുഖങ്ങൾ എനിക്ക് എൻ്റെ മുഖം തന്നെ സൃഷ്ടിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? എന്തിനാണെന്നാ അങ്ങനെ ആക്കിക്കുന്നത്? കാരണം ദൈവത്തിന് തന്നെ മാറ്റി നിർത്തിയിട്ട് അതിനെ മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് അയക്കണം. അപ്പം ഇതാണ് ക്രിസ്തു. ഈ ക്രിസ്തു ആദ്യമേ ഉണ്ട്, തന്നിൽ തന്നെ ആദ്യമുണ്ട്. ആ തന്നിൽ തന്നെ ഉള്ളവനെ പ്രപഞ്ചം സൃഷ്ടിക്കും മുമ്പിൽ, ഭൂമി സൃഷ്ടിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് മുമ്പ്, മനുഷ്യൻ സൃഷ്ടിക്കുന്നതിന് മുമ്പ് താൻ തന്നെ മറ്റൊന്നായി നിർത്തിയിരിക്കുക. അപ്പം തന്നെ പഴക്കമില്ല, രണ്ടും ഒരേ പഴക്കം തന്നെ, തന്നിലുള്ള ആൾ തന്നെയല്ലേ. എന്തിനാ? ഈ ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയക്കണം മനുഷ്യനായിട്ട്. പക്ഷെ എപ്പോഴാ? പ്രവാചകന്മാരെ വെച്ചിട്ടുണ്ട്. ഈ പ്രവാചകന്മാർ പറഞ്ഞ സകല കാര്യങ്ങളും നിവർത്തിയാകുമ്പോൾ മാത്രമേ ക്രിസ്തു ഭൂമിയിലേക്ക് വരുന്നുള്ളൂ. അതാണ് സത്യത്തിൽ ഈ അപ്പോസ്തല പ്രവൃത്തി 3:21 പറയുന്നത്. ദൈവം തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്ത് സകലവും നിവൃത്തിയാകുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശുക്രിസ്തു ഇവിടുന്ന് പോയിട്ട് ഇനി ഒത്തിരിയും കാര്യങ്ങളെല്ലാം നിവൃത്തിയാകുന്നവരെ സ്വർഗത്തിൽ നിന്ന് വരത്തൊന്നുമില്ല. ഈ ഒത്തിരിയും കാര്യം ഇനി നടക്കാനുണ്ട്, അതെല്ലാം കഴിഞ്ഞേ വരത്തുള്ളൂ, അടുത്ത കാലത്തൊന്നും വരത്തില്ല എന്ന് ഓരോ ആളുകൾ വചനം വളച്ചൊടിച്ച് പറയുന്നതിൻ്റെ വ്യാഖ്യാനം അല്ലത്. ഇത് യേശുക്രിസ്തു എന്ന രക്ഷകൻ ഭൂമിയിലേക്ക് അയക്കാനായിട്ട്, ആ രക്ഷകനെ ഭൂമിയിലേക്ക് അയക്കുന്ന എപ്പോഴാണ്? പ്രവാചകന്മാർ പറഞ്ഞതായിട്ടുള്ള സകല കാര്യങ്ങളും നിവൃത്തിയാകുന്ന സന്ദർഭത്തിൽ മാത്രമേ അത് സംഭവിക്കത്തുള്ളൂ. അതാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ മറ്റൊരു തെളിവ് ഞാൻ പറയാം. ചില വാക്യങ്ങൾ ഞാൻ പറയാണ്ട് ആഗ്രഹിക്കുന്നു. ഒന്ന്, ഗലാത്യർ 4:9 എന്താ എഴുതിയിരിക്കുന്നത്? കാരണം ഇതെല്ലാം വന്നിട്ടാട്ടെ എന്നിട്ട് പറയുന്ന പോലെയാണോ? നോക്കുക, ഗലാത്യർ 4:9 നോക്കുക. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 9-ാമത്തെ വാക്യം. ഗലാത്യർ 4:4, ഞാനത് കുറിച്ച് വെച്ചിട്ടുണ്ട്. 4:4
എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചത്. എപ്പോഴയച്ച്? കാലസമ്പൂർണത വന്നപ്പോൾ. അപ്പൊ കാലസമ്പൂർണത എന്ന് പറഞ്ഞൊരു അതാണ് ഈ കാലസമ്പൂർണതയാണ് ഈ പ്രവാചകന്മാർ പറഞ്ഞതൊക്കെയും നിവൃത്തിയാകുവോളോ എന്ന് പറയുന്നേ. നോക്കുക. അപ്പൊ കാലസമ്പൂർണത എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭൂമിയുടെ അവസാനമാണോ? പ്രപഞ്ചത്തിന്റെ അവസാനമാണോ? അല്ല. പഴയ നിയമവിശ്വാസിക്കും പുതിയ നിയമവിശ്വാസിക്കും എല്ലാവർക്കും പൊതുവായിട്ടുള്ളവനാണ് ക്രിസ്തു. സകല മാനവജാതിക്കുള്ളവനാണ് ക്രിസ്തു. ആ ക്രിസ്തുവിനെ ദൈവം സ്വർഗത്തിൽ വെച്ചിരിക്കുകയാണ്. ദൈവം തന്നെയാണ് ക്രിസ്തു. പക്ഷെ യുഗങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത അനാദി ലോകത്തിൽ തന്നിൽ തന്നെ ഉള്ളതാണ് ക്രിസ്തു. ആ ക്രിസ്തുവിനെ ഉണ്ടാക്കുകയല്ല, താൻ ആ രൂപം എടുക്കുകയാണ്. അപ്പൊ തന്നെ ക്രിസ്തുവിന് ദൈവത്തെക്കാൾ പ്രായക്കുറവില്ല. ദൈവം തന്നെയാണ്. താൻ ദൈവമായിരിക്കെ എന്നാണ് ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്. ഉദ്ദേശ്യം ഭൂമിയിലേക്ക് പോകണം, മനുഷ്യനെ രക്ഷയ്ക്കായിട്ട് അറുക്കപ്പെടണം, കൊല്ലപ്പെടണം, ആ രക്തം മൂലം വീണ്ടെടുക്കപ്പെടണം. പക്ഷെ ഭൂമിയിലേക്ക് ഉടനെ അയക്കാൻ പറ്റത്തില്ല. ആദാമിന്റെ കാലത്ത് അയക്കത്തില്ല, അബ്രഹാമിന്റെ കാലത്ത് അയക്കത്തില്ല, ദാവീദിന്റെ കാലത്ത് അയക്കത്തില്ല. കാലസമ്പൂർണത അതിനൊരു ദൈവ ഡേറ്റ് നിശ്ചയിച്ചിട്ടുണ്ട്. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം സംഭവിക്കും എന്ന്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ള കാര്യം റോമർ 11 പൗലോസ് പറയുന്നുണ്ടല്ലോ. അപ്പം ഇതെല്ലാം കണക്കനുസരിച്ചാണ് പോകുന്നത്. കർത്താവിന് ദിവസമൊന്നും തെറ്റിയിട്ടില്ല. കൃത്യ കാലപരിധികളിലാണ് കർത്താവ് ഓരോ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കിടന്ന് വേവലതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കർത്താവ് അതിൻ്റെ കൃത്യമായിട്ട് സകലം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞ് സമയവും കണക്കൊന്നുമില്ലെന്ന് പറയണ്ട. അതെല്ലാം പിതാവിനറിയാം. അപ്പോൾ അവനെ ഭൂമിയിലോട്ട് അയക്കാൻ കാലസമ്പൂർണത എന്ന് പറഞ്ഞൊരു ദിവസം വെച്ചിട്ടുണ്ട്. പൗലോസ് പറയുകയാണ്, കാലസമ്പൂർണത വന്നപ്പോൾ അവനെ ഭൂമിയിലേക്ക് അയച്ചെന്ന ഈ കാര്യമാണ് പറയുന്നത്. ഇതെടുത്ത് വായിച്ചിട്ടാണ് പറയുന്നത് ക്രിസ്തു ഇനി ഉടനൊന്നും വരാൻ പോകുന്നില്ല, അവന് സ്വർഗത്തിൽ ഇപ്പോൾ ഇരിക്കുകയാണ്, അവൻ ഇനി എല്ലാം ഒതുങ്ങിയിട്ടേ വരത്തുള്ളൂ. അത് ദൈവത്തിന് പ്രവാചകന്മാർ മുഖാന്തരം ഇനി ഒത്തിരിയും കാര്യങ്ങൾ നിവർത്തിക്കാണ്. ഈ പ്രവാചകന്മാർ പറഞ്ഞതെല്ലാം അവസാനത്തെ പ്രവാചകനും പ്രവചിച്ചു കഴിഞ്ഞപ്പോഴാണ് ക്രിസ്തുവിനെ അയച്ചത്. ആരാണ് അവസാനത്തെ പ്രവാചകൻ? യേശുക്രിസ്തു തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആരാ? മത്തായി സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. ന്യായപ്രമാണവും പ്രവാചകന്മാരും യോഹന്നാൻ സ്നാപകൻ വരെ, അതായത് അവസാനത്തെ പ്രവാചകനായിട്ട് യോഹന്നാൻ സ്നാപകനെയാണ് യേശുക്രിസ്തു പറയുന്നത്. അവസാനത്തെ പ്രവാചകൻ പ്രവചിച്ചെന്തോ? എന്താണ് പ്രവചിച്ചത്? എനിക്ക് പിന്നാലെ ഒരുവൻ വരുന്നു. അപ്പൊ ആ പ്രവചനം കൂടെ തീർന്നു കഴിഞ്ഞപ്പോൾ ഇനിയും കാലസമ്പൂർണ്ണത എത്തിക്കഴിഞ്ഞു. ഓർക്കണം, കാലസമ്പൂർണത എന്ന് പറഞ്ഞാൽ കാലത്തിന്റെ അവസാനമല്ല. ദൈവം ഭൂമിയെ രക്ഷിക്കാൻ, പ്രപഞ്ചത്തെ രക്ഷിക്കാൻ, ലോകത്തെ മുഴുവൻ യഥാസ്ഥാനപ്പെടുത്താൻ, നഷ്ടപ്പെട്ടു പോയ മാനവജാതി അടക്കം സകലതിനെയും ക്രിസ്തുവിൽ ഒന്നാക്കാൻ. എഫെസ്യ ലേഖനം 1:10 കാലസമ്പൂർണതയിലൊരു വ്യവസ്ഥയുണ്ട്. സകലത്തിനെയും, പ്രപഞ്ചത്തെയും സ്വർഗത്തെയും എല്ലാം ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്ന കാലസമ്പൂർണതയുടെ വ്യവസ്ഥയുണ്ട്. അപ്പം ക്രിസ്തുവാണ് മീഡിയേറ്റർ. ക്രിസ്തുവിനെ നിർത്തിക്കൊണ്ട് സകലതിനെയും, നഷ്ടപ്പെട്ട സകലതിനെയും ഒന്നാക്കി ചേർക്കുന്ന വ്യവസ്ഥ. അതാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ഇത് രണ്ടാം വരവിൻ്റെ കാര്യമല്ല പറഞ്ഞിരിക്കുന്നത്, മറിച്ച് ഒന്നാം വരവിൻ്റെ കാര്യമായിരുന്നു പറഞ്ഞത്. അപ്പോൾ അതിനകത്തുനിന്ന് ഒരു ഭാര്യയാണ്. കാരണം പറഞ്ഞത് എന്താ? മുമ്പിൽ പറഞ്ഞത് ക്രിസ്തുവിൻ്റെ പ്രവർത്തനം, ക്രിസ്തു ഭൂമിയിലേക്ക്, അതായത് അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായം പറയുന്നത്. പത്രോസ് കൂടി വന്ന ജനങ്ങളോട് പറയുക, നിങ്ങൾ ഞങ്ങളെ കണ്ടുകൊണ്ട് വരേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങളൊന്നും അല്ലേ ചെയ്തേ, ഈ മുടന്തനെ സൗഖ്യമാക്കിയത് ഞങ്ങളല്ല, ഈ നിങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടിരുന്ന വാഗ്ദത്ത മെശികയാണ്. ആ മെശിക വന്നു, നിങ്ങൾ അറിഞ്ഞില്ല, നിങ്ങൾ അവനെ ക്രൂശിച്ചു. പക്ഷേ ഇത് കർത്താവിൻ്റെ പദ്ധതിയായിരുന്നു. കാരണം ഇങ്ങനെ ക്രൂശിച്ച് അവൻ്റെ രക്തം മൂലമാണ് ഈ പാപമോചനം ഉണ്ടാകുന്നത്. നിങ്ങളുടെ പാപങ്ങൾക്ക് മോചനം ഉണ്ടാകണമെങ്കിൽ, മാനസാന്തരപ്പെടണമെങ്കിൽ ഇവൻ്റെ രക്തം മൂലമേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ടോളാന്നാണ് പറയുന്നത്. എന്നിട്ട് പിന്നെ ഫ്ലാഷ് ബാക്ക് പോലെ പറയുക. ഏതാ അവിടെ ഫ്ലാഷ് ബാക്ക് ഒന്നും അവിടെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഈ തെറ്റിദ്ധരിപ്പിച്ച് വാദനം വളച്ചൊടിക്കാൻ ആളുകൾക്ക് പറ്റുന്നത്. പക്ഷേ എന്ന് കരുതി എല്ലാ കാലത്തും വളച്ചൊടിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ പറ. കാരണം എന്താ? പത്രോസ് വളരെ ക്ലിയറാണ്. പത്രോസ് പെട്ടെന്ന് നേരെ സ്വർഗത്തിലെ രണ്ടാം വരവിൻ്റെ കാര്യം പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് എന്തോ? മോശം എങ്ങനെ പറഞ്ഞിരുന്നു, ഇങ്ങനെ ഒരു ഇതും വരും. പിന്നെ ശമൂവേൽ മുതലായ പ്രവാചകന്മാർ പറഞ്ഞു. പിന്നെ കർത്താവ് തന്നെ അവസാനത്തെ പ്രവാചകനായിട്ട് യോഹന്നാൻ പറയുന്നത്. അദ്ദേഹത്തിന് പ്രവചനം കഴിഞ്ഞിട്ടായി വരുന്നത്. ഞാൻ ഈ പറയുമ്പോൾ ഓർത്തോണം, അത് കഴിഞ്ഞ പ്രവചനം ഇല്ലയോ? പ്രവചനമുണ്ട്.
പക്ഷെ ദൈവത്തിൻ്റെ നടത്തിപ്പുകളെ പറ്റിയും മറ്റു കാര്യങ്ങളെ പറ്റിയും ഈ പുസ്തകത്തിലുള്ളത് ആവർത്തിച്ചാൽ മാത്രം മതി. പിന്നെ മനുഷ്യൻ്റെ ഓരോ ജീവിതത്തിൻ്റെ ക്രമങ്ങളെക്കുറിച്ചും അവൻ്റെ ശുശ്രൂഷകളെ പറ്റിയൊക്കെ പ്രവചിക്കാനുള്ള പ്രവചനം ഇന്നും ദൈവം കൊടുത്തിട്ടുണ്ട്. പ്രവാചകന്മാരെ വെച്ചിട്ടുണ്ട്, സഭയിലുണ്ടല്ലോ. അപ്പസ്വലന്മാർ, പ്രവാചകന്മാർ എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, ആ പ്രവാചകന്മാരുണ്ട്. പക്ഷെ അവർക്കിനി പുതിയൊന്നും പ്രവചിച്ചെടുക്കാനില്ല. ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ച് പുതിയതൊന്നും പ്രവചിക്കാനൊന്നുമില്ല. ദൈവത്തിൻ്റെ യഥാർത്ഥ വചനത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രവചനങ്ങൾ പ്രവചിക്കുക എന്നുള്ളതിനപ്പുറത്ത് പുതിയതൊന്നും അവർക്ക് പ്രവചിക്കാൻ ഇനിയില്ല. അങ്ങനെ പ്രവാചകന്മാരില്ല. അപ്പം അതുകൊണ്ട് കാലസമ്പൂർണതയിൽ ദൈവം പുത്രനെ അയക്കും, അല്ലെങ്കിൽ ക്രിസ്തുവിനെ അയക്കും എന്നുള്ള വചനത്തെയാണ് ഈ നവീന ഉപദേശക്കാർ ക്രിസ്തു ഉടനെയൊന്നും വരാൻ പോകുന്നില്ല, യഥാസ്ഥാനത്താകുവോളം, വിശുദ്ധ പ്രവാചകന്മാർ പറഞ്ഞതെല്ലാം യഥാസ്ഥാനത്താകുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു, അതുകൊണ്ട് എല്ലാം യഥാസ്ഥാനത്താവട്ടെ അന്നേരേ വരത്തുള്ളൂ എന്ന് പറഞ്ഞ് വളച്ചൊടിക്കുന്നതിൽ ദയവായിട്ട് ദൈവമക്കളാരും കുടുങ്ങിപ്പോകരുത്. ഈ വചനം കണ്ടുകൊണ്ട് അമ്പരക്കുകയും ചെയ്തു. നിങ്ങളല്ലേ ഈ കാര്യം നന്നായിട്ട് വായിച്ചുകൊണ്ടിരിക്കുക, വായിച്ചു നോക്കുക, മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞത് ശരിയല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ തള്ളിക്കളയാം. നോക്കുക, കാലസമ്പൂർണതയുടെ കാര്യത്തെ പറ്റിയാണ് അവിടെ പറയുന്നത്. ആ കാലസമ്പൂർണതയിൽ ക്രിസ്തു വന്നു. ഇനി അവൻ പോയിട്ട് ഇനി അവൻ വരുന്നത് എന്നാണ് എന്നുള്ളത് പറയുമ്പോൾ അതിന് ആർക്കും കാലപരിധി നിശ്ചയിക്കാൻ പറ്റത്തില്ല. പിന്നെ ചില ആളുകൾ പറയുന്ന ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഞാൻ അരമണിക്കൂർ എന്നൊക്കെ പറഞ്ഞ 1 മണിക്കൂർ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത്. ചില ആളുകൾ പറഞ്ഞ ചില കാര്യമുണ്ട്, ഈ കാലലക്ഷണങ്ങളൊന്നും പറയാൻ പാടില്ല, അങ്ങനൊന്നും സംസാരിക്കരുതെന്ന് പറയുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ കർത്താവ് തന്നെ പറഞ്ഞത് അങ്ങനെയൊക്കെ സംസാരിക്കണമെന്ന് തന്നെയാണ്. കാരണം ലൂക്കോസ് 12 ഒരു മിനിറ്റ്, ലൂക്കോസ് 12:57 54 മുതൽ പിന്നെ അവൻ പുരുഷാരത്തോട് പറഞ്ഞത്, പടിഞ്ഞാറ് നിന്ന് മേഘം പൊങ്ങുന്നത് കാണുമ്പോൾ പെരുമഴ വരുന്നുവെന്ന് നിങ്ങൾ ഉടനെ പറയുന്നു, അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു. തെക്കൻ കാറ്റ് ഒഴുകുന്നത് കണ്ടാലോ അത്യുഷ്ണം ഉണ്ടാകുമെന്ന് പറയുന്നു, അത് സംഭവിക്കുകയും ചെയ്യുന്നു. കപടഭക്തിക്കാരെ, ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഭാവത്തെ വിവേചിപ്പാൻ നിങ്ങൾക്കറിയാം, എന്നാൽ ഈ കാലത്തെ വിവേചിപ്പാൻ അറിയാത്തത് എങ്ങനെ? അതായത് കാലത്തെ വിവേചിക്കാനാണ് പറയുന്ന കർത്താവ്. അപ്പം അതുകൊണ്ട് ഭൂമിയിൽ ഇന്ന് നടക്കുന്ന സംഭവങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ചുമ്മാ വരണ്ട് അമ്പരക്കണമെന്നല്ല പറഞ്ഞേ. പക്ഷെ കർത്താവിൻ്റെ വരവുമായുള്ള ബന്ധത്തിൽ ഉള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇത് കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങളാണ്. അതിന് സാധ്യതയുണ്ട്. ഒരു 100 പ്രാവശ്യം ആ ലക്ഷണങ്ങൾ പറഞ്ഞിട്ടും അല്ലെങ്കിൽ ആ കാര്യങ്ങൾ നടന്നില്ല എന്ന് കഴിഞ്ഞിട്ട് പഠിക്കേണ്ട കാര്യമില്ല. കാരണം ഉത്തരവാദിത്തപ്പെട്ട ഒരു ദൈവത്തിന് അത് പറയണം. ഉദാഹരണം, ഒരു പോലീസ് ഓഫീസറായിട്ട് നിൽക്കുക, ഒരു സ്ഥലത്ത് ബോംബ് ഇടും എന്ന് അല്ലെങ്കിൽ ബോംബ് വെച്ചിരിക്കുന്നു പറയുമ്പോഴത്തേക്ക് നിങ്ങൾ പോയി പരിശോധിച്ച സമയത്ത് അവിടെ ഒന്നുമില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ പറയാം, അത് ചുമ്മാന്ന് പറയത്തില്ല. കാരണം നിങ്ങൾക്കറിയാം എപ്പോഴെങ്കിലും ഒരു ലൂപ്പ് ഹോൾ കാണുമ്പോഴാണ് അവിടെ പ്രശ്നം വരുന്നത്. അപ്പോൾ അതുണ്ടായിരിക്കും നിങ്ങൾ പിന്നെയും പോകാൻ നിങ്ങൾ ഡ്യൂട്ടി അതാണ്. അതുകൊണ്ട് ദൈവദാസന്മാർ, വചനം അറിയാവുന്ന ആളുകൾ അല്ലെങ്കിൽ വചനവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന സംഭവങ്ങൾ ലോകത്ത് നടക്കുന്ന കാണുമ്പോൾ അതിനുള്ള ഇപ്പം ദൈവമായിട്ടിരിക്കാനൊന്നും ആർക്കും പറ്റില്ല. പിന്നെ ഇന്ന ദിവസം ഇന്നെ സംഭവിക്കും അത് പറയാൻ പറ്റത്തില്ല. പക്ഷേ ലക്ഷണങ്ങൾ അങ്ങനെയാണ്, സാഹചര്യങ്ങൾ അങ്ങനെയാണെന്ന് പറയണം. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ അതിഭാഗവത്വം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രസംഗത്തിന് കുറച്ച് ഇമ്പ്രഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കള്ളമല്ലാതെ ചെരുത്ത് പറയരുത്. ഈ അടുത്ത ദിവസം ഒരാളുടെ പ്രസംഗം ഞാൻ കേട്ടുകൊണ്ടിരുന്നിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമായിട്ട് എടുത്തിട്ട് ഞാനത് അടുത്തങ്ങ് ഡൗൺലോഡ് ചെയ്തു. കാരണം വാട്സാപ്പിലൊക്കെ അയച്ചു കൊടുക്കാൻ. പക്ഷേ ആ പറഞ്ഞ സംഭവം ഞാൻ ആളുടെ പേരെടുത്ത് കളിയാക്കാൻ ഉദ്ദേശിക്കുന്നു. കാരണം അദ്ദേഹം വളരെ ദൈവവചനം സംസാരിച്ച് ആളുകളെ പ്രചോദിപ്പിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അത് ദൈവരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു വേദനയാകുന്നുള്ളതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. പക്ഷേ അത് ഈ തങ്ങളുടെ പ്രസംഗത്തിന് റീച്ച് കൂട്ടാൻ വേണ്ടി പറയുന്നതാണ്. ചുമ്മാ കടിക്കുകയാണ്. അത് ഇന്നാരിങ്ങനെ പറഞ്ഞിട്ട് അത് നടന്നതെന്നൊക്കെ. അപ്പം ഞാനത് ഉടനെ യൂട്യൂബിൽ അടിച്ചു നോക്കി, ഈ സംഭവം അതങ്ങനെയാണോ എന്ന് നോക്കിയപ്പം ഈ പറഞ്ഞൊന്നുമല്ല. അദ്ദേഹം പറഞ്ഞ ഭാഗിക സത്യം. അന്നേരം തന്നെ വേറെ ചില കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്.
അപ്പം അങ്ങനെ പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് വെച്ചാൽ ആളുകൾ പറയുമോ ഇത് കള്ളോ എന്ന് ചിന്തിക്കാൻ ഇടയായിത്തീരും. അതുകൊണ്ട് ഞാൻ പറയണം, സത്യമായിട്ട് ദൈവവചനം പറ. ആരും കേട്ടില്ല കേൾക്കണ്ട. എന്താണോ അറിഞ്ഞിട്ടുള്ളത് അത് പറയുക. രണ്ടാമത്തെ കാര്യം, ഇത് എൻ്റെതാണോ സുവിശേഷം? കർത്താവിൻ്റെതാണ് സുവിശേഷം. ദൈവവചനം കർത്താവ് തന്നതാണ് നമുക്ക്. ഇതിൻ്റെ പദ്ധതിയെല്ലാം കർത്താവ് നടത്തിക്കോളും. നമ്മളായിട്ട് പിന്നെ ക്രിസ്തുവിനെ സ്വർഗത്തിൽ നിന്ന് ഇറക്കുന്നവരാ കയറ്റുന്നവരാ എന്നൊക്കെ ചെയ്യേണ്ടെന്ന് വചനത്തിൽ പറയുന്ന പോലെ നമ്മളോട് പറഞ്ഞതങ്ങ് ചെയ്താൽ മതി. അതിനപ്പുറത്ത് വല്ലാതെ കിടന്നിട്ട് പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇടയ്ക്ക് കുറച്ച് പിന്നെ കിഴവി കഥകളൊക്കെ മിക്സ് ചെയ്ത് ദൈവജനത്തിൽ നിന്ന് പൊലിപ്പിച്ചെടുക്കാനൊന്നും ആരും ശ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് കാലലക്ഷണങ്ങൾ വരുമ്പോൾ കാലലക്ഷണങ്ങൾ പറയുക തന്നെ വേണം. ചില ആൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞിട്ട് നടക്കാതെ വന്നാൽ വിശ്വാസത്തിൽ നിന്ന് ആളുകൾ അങ്ങ് തെറ്റിയങ്ങ് പോകുന്നു. പോട്ടെ, അങ്ങനെ തെറ്റിപ്പോകുന്നവരങ്ങ് തെറ്റിപ്പോട്ടെ. കാരണം ഇത് തെറ്റാതെ നിർത്തുന്നു, വീഴാതെ വണ്ണം നമ്മളെ പിതാവിൻ്റെ സന്നിധിയിൽ അതേ ആനന്ദത്തോടെ നിർത്താൻ കഴിയുമാറാക്കുന്നവനെന്നും പറഞ്ഞിട്ടല്ലേ യൂദായുടെ ലേഖനം അവസാനിക്കുന്നത്. അങ്ങനെ നിർത്താൻ കഴിവുള്ള പ്രാപ്തനായ ഒരു രക്ഷകൻ നമുക്കുണ്ട്. അവനത് നിർത്തിക്കോളും. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് കണ്ടുകൊണ്ടങ്ങ് വല്ലാണ്ടങ്ങ് അമ്പരക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ പിന്നെ മേമ്പൊടി ചേർക്കുകയും വേണ്ട. കിഴവിക്കഥകളൊക്കെ അടിച്ച് ചേർത്തിട്ട് ആളുകളെ ഇങ്ങനെ ചെറിയ സദസ്സിലൊക്കെ ചെന്നിട്ട് അവർ അങ്ങനെ പിന്നെ അങ്ങ് പോകുമ്പോൾ പിന്നീടല്ലേ ചോദ്യം വരത്തുള്ളൂ. ഓരോരുത്തർക്ക് അടിച്ചങ്ങ് പോകും. പക്ഷേ അതൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. വിശ്വാസത്തിൽ നിന്നും ആൾ പോകത്തില്ല. നിങ്ങളുടെ പ്രസംഗത്തിന് മാർക്കറ്റ് കുറയും. മാർക്കറ്റിനുള്ള പിന്നെ വ്യാപാരമാണെന്നല്ലോ ഇപ്പോൾ നടത്തുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വാക്ക് ഉപയോഗിച്ചു. ഞാൻ ആ വാക്ക് ഉപയോഗിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഇത് സത്യസുവിശേഷത്തെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോട് വ്യാപാരം ചെയ്യാനല്ല, കീശ വീർപ്പിക്കുന്ന മാർഗ്ഗം അല്ല ഇത്. പക്ഷേ ഇങ്ങനെ കിഴവിക്കഥ ചേർത്തിട്ട് ആളുകളെ പൊട്ടന്മാരാക്കുമ്പോൾ അങ്ങനെ പൊട്ടന്മാരാക്കുന്ന കാലഘട്ടമൊക്കെ കഴിഞ്ഞുപോയി. പക്ഷെ അതുകൊണ്ട് വിശ്വാസമൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. കാരണം തനിക്കുള്ളത് ആരാണെന്നും തൻ്റെ ആരാണെന്നും ആരൊക്കെ തൻ്റെ കൂടെ വരുമെന്നും കൃത്യമായിട്ട് അറിയാവുന്ന ഒരുത്തനാണ് ഈ പണി നമ്മളെല്ലാം ഏൽപ്പിച്ചിട്ടുള്ളത്. ചെറുതും വലുതുമായ തോതിൽ എനിക്കറിയാവുന്ന ചെറിയ പണി, നിങ്ങൾക്ക് ഒരുപക്ഷെ വലിയ പണി അറിയായിരിക്കും. എനിക്കൊന്നും അറിയത്തില്ല. അതുകൊണ്ട് നമ്മളോട് ഏൽപ്പിച്ച കാര്യം നന്നായിട്ട് നിർവഹിക്കുക. കർത്താവ് ബാക്കി കാര്യങ്ങൾ ചെയ്തോളും. അതുകൊണ്ട് ഇപ്പം ഞാൻ ഇത്രയും നേരം പറഞ്ഞൊരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ. കർത്താവ് വരാൻ താമസമുണ്ട്, എല്ലാം റെഡിയായിട്ടേ വരത്തുള്ളൂ എന്ന് പറഞ്ഞ് വചനത്തെ വളച്ചൊടിക്കുന്നൊരു വ്യാഖ്യാനം വന്നതുകൊണ്ട് അത് മാത്രമാണ് ഞാൻ ഇന്നത്തെ ലൈവിൽ പറഞ്ഞത്. അത് കർത്താവിൻ്റെ ഒന്നാം വരവിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, രണ്ടാം വരവിനെക്കുറിച്ചല്ല എന്ന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ലൈവിലൂടെ അവസാനിപ്പിക്കുന്നു. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസങ്ങളിൽ ബാക്കിയുള്ള ഭാഗങ്ങളുമായിട്ട് പിന്നെയും വരാം. കേട്ട എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹത്തെ അറിയിക്കുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വലിയ അറിവും പ്രാപ്തിയുള്ള ഒരാളൊന്നും അല്ല ഞാൻ, എങ്കിലും അറിയാവുന്ന ദൈവജനവുമായിട്ട് ഞാൻ വരുന്നു. തെറ്റുകളുണ്ടെങ്കിൽ തിരുത്താൻ തയ്യാറാണ്. അത് തെറ്റാണെന്ന് കാരണം ഇതിപ്പം ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും ഇത് കാണുമ്പോഴത്തേക്ക് അമ്പരന്നങ്ങ് പോവുക. കാരണം ഞാനെല്ലാം അറിഞ്ഞിട്ടൊന്നുമല്ല, എനിക്കറിയാവുന്ന ഞാൻ മനസ്സിലാക്കി. ഞാനത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ പറഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ മുൻവശവും പുറവശമൊക്കെ വായിച്ചു നോക്ക്. ഇടയ്ക്കുള്ളൊരു വരി എടുത്ത് വെച്ചിട്ട് ഒരു വാക്കെടുത്ത് വെച്ചിട്ട് ആണ് ഈ, കാരണം ഈ എപ്പോഴും അറിയാമല്ലോ സത്യം പിന്നെ വീട്ടിൽ നിന്ന് അങ്ങനെ പറഞ്ഞല്ലോ, സത്യം വീട്ടിൽ നിന്ന് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് കള്ളം 2 വട്ടം ലോകം ചുറ്റി വരുമെന്ന്. അതുപോലെയാണ് കുറച്ച് നാളുകൊണ്ട് ഇത് ചുറ്റിക്കൊണ്ടിരിക്കുക. ഈ വചനത്തെ എടുത്ത് ഇങ്ങനെ വളച്ചൊടിച്ചുകൊണ്ടിരിക്കുക. ആ പണി അങ്ങ് അവസാനിപ്പിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ പറഞ്ഞതാണ്. ദൈവദാസന്മാരും ദൈവജനവും ഇത് ഒന്നും കൂടെ പരിശോധിച്ചിട്ട് ശരി തെറ്റുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന പോലെ എടുക്കുക. എനിക്കെന്തായാലും ഇതാണ് ബോധ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും കർത്താവ് വരുന്നതിന് അധിക താമസമൊന്നും വരത്തില്ല. സമയം മാത്രം നിശ്ചയമല്ല, അധികം വൈകാനും പോകുന്നില്ല. പിന്നെ വൈകിയാൽ അത് കർത്താവിൻ്റെ പദ്ധതി. പക്ഷേ എല്ലാം യഥാസ്ഥാനപ്പെട്ടിട്ട് ഇനിയും ഭൂമിയെ സ്വർഗമാക്കിയിട്ടേ വരത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അത് വചനവിരുദ്ധമാണ്. അങ്ങനെ സംഭവം നടക്കാൻ പോകുന്നില്ല. ഭൂമി തീക്കാക്കി വെച്ചിരിക്കുക. സയൻസും അത് സമ്മതിക്കുന്നുണ്ട്. സയൻസ് സമ്മതിച്ചില്ലെങ്കിലും സത്യത. കാരണം ഈ ഭൂമിയിൽ അധികകാലം ഇനി ജീവിക്കാൻ മനുഷ്യരാശിക്ക് പറ്റത്തില്ല. അതിന് ബൈബിൾ അറിയണമെന്നല്ല, സാമാന്യ യുക്തിയിൽ ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. വെള്ളവും വെളിച്ചവും ഒന്നും കിട്ടാത്ത സാഹചര്യങ്ങൾ, ഊർജ്ജനഷ്ടം, രോഗങ്ങൾ എല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭൂമി ദീർഘകാലം നിന്ന് സ്വർഗമാകുന്നൊന്നും ആരും വിചാരിക്കുന്നില്ല. ബൈബിളിൽ തീർച്ചയായിട്ടും അത് കത്തിക്കാനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളച്ചൊടിക്കുന്നവരുടെ കുതന്ത്രങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ദൈവമക്കളെന്ന് പറയുന്നവർ ഇവർക്ക് വേദികൾ ഒരുക്കാൻ തയ്യാറാവാതെ അവരെ നമ്മൾ സ്നേഹിക്കണം. അവരുടെ മേലിൽ ഇരിക്കുന്ന പൈശാചിക വ്യാപാരങ്ങളിൽ നിന്ന് അവർ വിടുതൽ പ്രാപിക്കാൻ, നമ്മുടെ പിന്നെ തലമുറകളെ വഴിതെറ്റിക്കാൻ അവർക്ക് അവസരങ്ങൾ ഒരുക്കാതിരിക്കാൻ. ഇനി അങ്ങനെ അവസരങ്ങൾ ഒരുങ്ങിയാൽ തന്നെ വചനമായിട്ട് പറഞ്ഞ്, പിന്നെ തെറ്റുന്നവൻ തെറ്റട്ടെ, അഴുക്കാടുന്നവൻ അഴുക്കാടട്ടെ,
അതൊക്കെ കർത്താവിൻ്റെ പദ്ധതിയാണ്. കർത്താവ് തീരുമാനിച്ചിട്ടുണ്ട് എത്ര പേര് സ്വർഗത്തിൽ കാണും. മൊത്തം പേരും കൂടെ എടുക്കാമെന്ന് വെച്ചാൽ നമ്മൾ മേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് കർത്താവിൻ്റെ പദ്ധതിയാണ്. ഇപ്പോൾ സകല മാനവജാതിയും കർത്താവിന് എടുക്കണമെന്ന് കർത്താവിന് പദ്ധതി ഉണ്ടെങ്കിൽ എനിക്കെന്തിനാ അപ്പം വിഷമം? ഞാൻ വിഷമിച്ചാൽ പിന്നെ ഞാൻ എന്തിനാ സ്വർഗത്തിൽ പോകുന്നത്? ഞാൻ പിശാചിൻ്റെ മകനല്ലേ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആവേണ്ട ആവശ്യമില്ല. കർത്താവ് എല്ലാത്തിൻ്റെയും പദ്ധതിക്കാരൻ. നമ്മളിടയ്ക്ക് കാര്യസ്ഥന്മാരാവേണ്ട ആവശ്യമൊന്നുമില്ല. കർത്താവ് പറഞ്ഞതെന്തോ അത് നന്നായിട്ട് ചെയ്യുക. കർത്താവ് സഹായിക്കട്ടെ. പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കും.